ഇതൊരു നഗരമാണ്. അനന്തവിസ്തൃതമായ ഭൂമിയിലെ അനേകം നഗരങ്ങളിൽ ഒന്ന്. കൊന്നു തീർക്കാൻ വേട്ടക്കാരനും ചാവാതിരിക്കാൻ ഇരയും കാട്ടുന്ന ഒടുങ്ങാത്ത വെപ്രാളമാണ് ഇവിടെ ജീവിതം. കോലമല്ല ഞങ്ങൾ തന്റെ ഇടത്തിൻ തലയും നാട്ടി സ്നേഹത്തെ അംഗം വെട്ടി ചട്ടം മാറ്റാൻ ഒത്തൊരുമിച്ചൊരു കൂട്ടുകാര് നമ്മൾ. ഹലോ ആ ഓ നേരെ ഒന്ന് പൊലന്നോട്ടെ സാറേ. ഹലോ ഹലോ ആർക്കാ ഇത്ര ദാഹം? ഈ നട്ടപ്പാതിരിക്കെങ്കിലും അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചൂടെ? ശല്യം. കട്ടായതാ സാറേ. അല്ല ഇത് എവിടെന്നാ? ഞാൻ ദ്വാരകാപുരിയിലാണോ? സാർ എന്നതാ ഈ പറയുന്നേ? ഭഗവാന്റെ ദ്വാരകാപുരി അല്ലടോ, തന്റെ ദ്വാരകാപുരി. ഞാനേ ബാത്റൂമിൽ പോയി ചാരിന്ന് അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. പിള്ളേരറിയാണ്ട് പൂട്ടി പോവുകയും ചെയ്തു. ഇതിപ്പോ എപ്പോ തുറക്കും? ഓ ഇനിയിപ്പോ എന്നാ ചെയ്യും? താനൊന്നും ചെയ്യണ്ട. ഞാൻ പിള്ളേരാരെങ്കിലും വിടാം. വേണ്ട വേണ്ട, അവരെ ബുദ്ധിമുട്ടിപ്പിക്കൊന്നും വേണ്ട. ഇതിന് സ്വിച്ചും സുനായൊക്കെ എവിടെയാ? ആ കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടി. ഇതിന്റെ മിന്നൽ ഇടിവെട്ടുമ്പോഴൊക്കെ സാറേ സാർ ഒറ്റയ്ക്ക് ബാറിനകത്ത് എന്താണോ
ഇത് ചെകുത്താൻ്റെ ഹോട്ടലൊന്നുമല്ല, ഒരു ബാറല്ലേടോ, ഒരു പാവം ബാറ്. എടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബാറിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വെള്ളമടിക്കുന്നത്. താൻ ഒരു കാര്യം ചെയ്യ, അതിൻ്റെ സുഖം അറിയണമെങ്കിൽ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നൊന്ന് വെള്ളമടിക്കും. എൻ്റെ സ്വന്തം ബാറിലെ ആര് ചോദിക്കാനാ? ആ പിന്നെ വേഗായോ, ഇന്ന് തൻ്റെ ചെലവിൽ ഒരു കറുത്ത പട്ടിയുടെ കഴുത്ത് ഞാൻ ഒടിക്കും. താൻ കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ ഹലോ, മാർവലസ്. ഇത്ര ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഫോഴ്സിലില്ല. അതെനിക്കങ്ങ് സുഖിച്ചു. എന്താ ഗ്രാൻഡ് അമേരിക്കൻ ട്രാപ്പിൽ ഒരു കൈ നോക്കുന്നോ? ഇപ്പോൾ ഉള്ള ട്രാപ്പിൽ നിന്ന് തന്നെ ഊരാൻ പെടുന്ന പാടെ എനിക്കറിയാം. ഒട്ടും അംബീഷ്യസ് അല്ല നീ. അംബീഷൻസ് കുറവാണ്. ചെയ്യുന്ന ജോലി മാനമര്യാദയ്ക്ക് ചെയ്താൽ ഡിപ്പാർട്ട്മെന്റ് ഉടനെ കണ്ണുരുട്ടും. പിന്നെ ഷോക്കോസ് നോട്ടീസായി, സസ്പെൻഷനായി. ഇപ്പൊ ഏതാ കൂടുതൽ മേടിച്ചിട്ടുള്ളത്? സസ്പെൻഷനാണോ ശമ്പളമാണോ? നട്ടലുള്ളവർക്ക് സർക്കാർ നൽകുന്ന ബഹുമതിയാണ് സസ്പെൻഷൻ. അതിന് ഒരു യോഗം വേണം. ഇപ്പൊ ഏതാണ്ടൊരു യോഗത്തിന്റെ പക്കത്താണല്ലോ. അലസനാ നീ. എടാ, ഒരാളെ എല്ലായിടത്തും ബഹുമാന്യനാക്കുന്നത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോഴും ഒരു ഒറ്റമുറി കൊട്ടാരത്തിന്റെ അധിപൻ തന്നെ, അതും വാടകയ്ക്ക്. അണ്ണാ, കൗൺസിലിംഗ് ആണ് പരിപാടിയെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നിടത്തേക്ക് പോയിക്കോളഞ്ഞ. ആ, ഞാൻ ഒന്നും പറയുന്നില്ല. കുറെ നാളായില്ലേ വളവളാന്ന് പറയാൻ തുടങ്ങിയിട്ട്. അല്ല, നമുക്ക് ആ SP പാർട്ടിക്ക് പോകണ്ടേ? ഇന്ന് പാർട്ടി തരുന്ന SP നാളെ സസ്പെൻഷൻ അടിച്ച് കൈ തരും. മോശമാണ് ബാല. അതല്ല, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു രണ്ടെണ്ണം കഴിച്ചിട്ട് പെട്ടെന്ന് പോരെ. തുടങ്ങിയാൽ പിന്നെ രണ്ടിടത്ത് നിർത്താൻ പറ്റില്ല. അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര അംബീഷ്യസ്. വാ. സാർ, ബാലനെ കണ്ടില്ല? എത്ര എണ്ണായി ബാല? എണ്ണാൻ പറ്റില്ല സാർ. എന്റെ സാറെ, ബാലൻ കുടി തുടങ്ങിയ പിന്നെ ഒരു റേഞ്ച് മുഴുവൻ കുടിച്ച് വറ്റിച്ചിട്ട് നിർത്തൂ. പെണ്ണുങ്ങളോട് വയസ്സും ആണുങ്ങളോട് ശമ്പളവും ബാലനോട് പെഗിന്റെ എണ്ണവും ചോദിക്കരുത്. ബാലനാണും പെണ്ണും കെട്ടവനാ. ഇതാ ഇന്നാമാ, ചൊറിയാ നിൽക്കല്ലേ. ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ കാണിച്ചു തരാം. കാണാം. ബാല, സോറി സാർ, സോറി. കേരും. അണ്ണൻ ഒരു ഇരിക്കുന്നു. ഇല്ല, ഞാൻ ആ DYSP റാവുത്തരോട് ഒരു കാര്യം സംസാരിച്ചിട്ട് വരാം. ഒരു കൈ എനിക്ക് വിട്. എവിടം വരെയായി ബാലൻ സാറേ കേസ് അന്വേഷണം? പതിവ് പോലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാവുന്നതായപ്പോ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞെടുത്ത് മാറ്റി. ഒരു ചെറിയ കൈക്രിയ ചെയ്തിരുന്നു, അതായിപ്പോ കുറ്റം. ഇനി പ്രതികളെ കൈ കിട്ടിയ പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പോടാ കുട്ടാൻ മോനെ വീട്ടിൽ പോന്ന് പറയും. കംപ്ലൈന്റ് ഇല്ലല്ലോ, എല്ലാവരും ഹാപ്പി. പ്രതികളോട് വീട്ടിൽ പോകാൻ പറയാൻ എളുപ്പാ. അവനവൻ നേരത്തിനും കാലത്തിനും വീട്ടിലെത്തിയാ മതി. ഞാൻ നേരത്തിനും കാലത്തിനും വീട്ടിലെത്തും. നിന്നെ പോലെ ജോക്കറല്ല എന്റെ പോക്കറ്റിൽ, മനസ്സിലായോ? ബാല നോക്കിയും കണ്ടും വേണം എന്നോട്. നോക്കാതെ തന്നെ കാണൂടാ ബാലേന്ദ്രൻ. നീ എന്ത് ചെയ്യും? കുറെ നേരം അവനെ ചൊറിയാൻ തുടങ്ങി. ബാല, ഇങ്ങോട്ട് വരാൻ മാറടോ. യൂസ്ലെസ്. എടോ, അർഹതയില്ലാത്ത തൊപ്പി എരുന്ന് വാങ്ങിയ തനിക്ക് ഞാൻ യൂസ്ലെസ് ആണെന്ന് തോന്നും. അധികം തലമൊക്കല്ലേ. ബാല, ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരുന്നില്ല. വരാനല്ലേ പറഞ്ഞു. എന്താ കാലത്ത് മുതലാളി വിളിച്ചിരുന്നു. സോറി സാറേ, ഇന്നലെ ഇത് എങ്ങനെ പറ്റിപ്പോയി എന്ന് അറിയില്ല. എനിക്കും അറിയില്ലടോ എന്താ സംഭവിച്ചെന്ന്. ഹലോ, ഇന്ന് രാത്രി ഞാനിവിടെ കാണും. ഒരുത്തിന്റെ ശല്യമില്ലല്ലോ. ഇയാളെ കിടന്ന് തുടങ്ങിക്കോട്ടെ, ഞാൻ രാത്രി കാവലുണ്ടാവുമല്ലോ. ആ, അൻവറേ,
ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. എപ്പോ? അത്യന്തം ദാരുണവും ഭീതിതവുമായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ, പ്രമുഖ വ്യവസായിയുമായ കുര്യൻ വർഗീസ് പുഞ്ചക്കാട്, അദ്ദേഹത്തിന്റെ മകൻ തോമസ് പുഞ്ചക്കാടിനാണ് ഈ വിധം മൃഗീയമായി കൊല ചെയ്യപ്പെട്ടത്. അന്വേഷണ ചുമതലയുള്ള CA അബ്ദുൽ ലത്തീഫ് ഇപ്പോൾ നമ്മോടൊപ്പം. എന്താണ് സർ പ്രാഥമിക നിഗമനം? തികച്ചും നിർഭാഗ്യകരമാണ്. കൂടുതൽ എന്തെങ്കിലും പറയാൻ ഈ അവസരത്തിൽ കഴിയില്ല. താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണോ? നിങ്ങൾ മീഡിയാസിന് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, പക്ഷെ പോലീസിന് അത് പറ്റില്ല. ഐ എം സോറി. കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ ഷാജിയോടൊപ്പം അൻവർ, നെറ്റ്വർക്ക് ചാനൽ. ഷാജി ഇതൊന്ന് പിടിച്ചാൽ ഒന്ന് മുള്ളിട്ട് വരാം. ഓക്കെടാ, വേമ്പാ. ബാലേട്ടാ, ഇനിയിപ്പോ സ്വസ്ഥായിട്ടൊന്ന് മുള്ളാൻ പോലും നേരം കിട്ടൂലേട്ടാ. നല്ലോണം വിളിക്കോ. ഇതൊരു വല്ലാത്ത കാഴ്ച കേട്ടോ. ജീവിച്ചിരുന്നപ്പോ ഇതിനേക്കാളും പോറായിരുന്നു. നീ പോയി മുള്ളടാ. ഇപ്പൊ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് തോമസ് പുഞ്ചക്കാടൻ വധം. കേരള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾക്കിടയാക്കുന്ന ഈ സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കൾ പ്രതികരിക്കുന്നു. ശ്രീ CP ജോണി MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. CP ജോണിയുടെ പ്രതികരണത്തിലേക്ക്. ശ്രീ ജോണി, താങ്കളുടെ പാർട്ടിയിലെ ഈ യുവ നേതാവിന്റെ വധത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇടിവെട്ട് ഏറ്റ പോലെയല്ലയോ ഞങ്ങളൊക്കെ? പാർട്ടിക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം എത്രയാ? ഈ പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്നത് തന്നെ നാടിനാകെ അപമാനമാണ്. ഒന്ന് കുരിശിൽ കെട്ടി തൂക്കാന്നൊക്കെ പറഞ്ഞാൽ എത്ര ക്രൂരമാണ്. അപ്പൊ കൊന്നേലും കുഴപ്പമില്ല, തൂക്കിയിട്ടല്ല പ്രശ്നം. ശരിയാ, പറഞ്ഞു കേട്ട് വെച്ചാണേല് ലോകത്ത് ഇങ്ങനൊരു സംഭവം ആദ്യം തന്നെ കാണാൻ പറ്റിയല്ല എന്ന് പറയുന്നത് ശരിയാണോ ബാലേന്ദ്ര സാറേ? ശരിയാ, പക്ഷേ സങ്കടം തോന്നുന്നില്ല. അതെന്താ ബാല അങ്ങനെ? കുരിശി കിടക്കുന്ന ഈശോ വിഷയം അല്ലാത്തതുകൊണ്ട്. താനായിട്ടൊന്ന് ഉടക്കിയിട്ടുണ്ട്, തനിക്കിട്ടൊരു പണിയും തന്നു. എന്നാലും മരിച്ചവരോട് ഇത്രയ്ക്കും വേണോ ശത്രുത? ആ വെഞ്ഞാറ കൊലക്കേസിൽ ഈ പുഞ്ചക്കാടന്മാരെ സംശയിച്ചതാ. അതിന്റെ തിരിച്ചടിയായിരിക്കും എന്റെ സംശയം. സാധ്യത കുറവാ. ഒരു പൊളിറ്റിക്കൽ മർഡറിന്റെ സ്വഭാവമില്ല ഇതിന്. അത് ശരിയാ, അവന്മാര് കൊന്നേച്ചങ്ങ് പോകത്തുള്ളൂ, കെട്ടി തൂക്കാനൊന്നും നിൽക്കല്ല. ആർക്കാ എത്ര പൊരിച്ചല്? ചത്തവനോ ചത്തു. ഇനി കൊന്നവൻ പൊലകൊളിക്ക് ഉണ്ണാൻ വരുമോ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആറ്റുകാലിനെയോ ഉണ്ണികൃഷ്ണ പണിക്കരെ വിളിച്ചു പോയിക്കും, കബഡി വെച്ച് പറഞ്ഞു തരും. അതിന് താനെന്തിനാ ചൂടാവുന്നത്? ഒന്ന് പോടും കാര്യല്ലേ പറഞ്ഞു. ആരും കയറണ്ട ബാല, തനിക്ക് വന്നേ. താൻ വരുന്നതിന് മുമ്പ് തുടങ്ങിയ ചർച്ചയായത് തന്റെ ചൂട് പിടിച്ചൊന്ന് അടങ്ങിയതാ. ചിലരുടെയൊക്കെ സംസാരത്തിൽ താൻ സംശയത്തിന്റെ മുനയില്ല. ഓ അങ്ങനെയാണോ? അത് കൊള്ളാമല്ലോ. ബാല വല്ല കയ്യബദ്ധവും? അങ്ങനെ ബാലയന്ത്രന് കയ്യബദ്ധമൊന്നും പറ്റില്ല. വിചാരിച്ചാൽ കൈ അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തിരിക്കും. നടന്നുകൊണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല. താങ്ക് യു വെരി മച്ച്. ഇനി ഇവിടെ എന്റെ പ്രസൻസ് ആവശ്യമുണ്ട് സർ? ഏയ് ഇല്ല, ഉമ്മ പോയിക്കോളൂ. താങ്ക് യു. ലത്തീഫ്, എന്തു തോന്നുന്നു സാർ? നോ ഡൗട്ട് ഇറ്റ്സ് എ ബ്രൂട്ടൽ മർഡർ. ഇന്റേണൽ ഓർഗൻസ് എല്ലാം റോയിസ്ഡ് ആണ്. സിവിയർ ടോർച്ചറിംഗ് നടന്നിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് വിതിൻ 2 days. I'll call you, Latif. താങ്ക് യു സാർ. Okay. തോമസ് പുഞ്ചക്കാടിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്കാരം നാളെ 11 മണിക്ക്. 8 മണിയോടെ ടൗൺ ഹാളിൽ പൊതുദർശനം.
എന്റെ ഉമ്മോ. എന്താണ് പ്രാണനാഥ? ആർ യു വെരി ടയേർഡ്? ആ ഓടി ഓടി മനുഷ്യന്റെ ഊപ്പാട് എളിയിടൂ. ഓട്. പാവം ജനത്തിന് 3 നേരം വയറ് നിറച്ച് കഴിക്കണ്ടേ വാർത്ത? തോമസ് പുഞ്ചക്കാടിന്റെ മരണം എത്ര കാലം കൊണ്ടാടും? ഇവിടെ ഇരുന്ന് കിന്നാരം പറയണ തിന്നാൻ പാലെടുത്ത് വെക്കേണ്ട മനുഷ്യന് ബെസ്നിട്ട് വയ്യ. തിന്നാനോ? ഞാൻ കിച്ചന്റെ ഏരിയയിലേക്ക് പോയിട്ടില്ല. അപ്പൊ അന്റെ വയറ് ചേർക്കാൻ ഞാൻ തന്നെ ഉണ്ടാക്കി തരണം. പെട്ടെന്ന് നിന്ന് 4 ചപ്പാത്തി ഉണ്ടാക്കും പെണ്ണെ. എനിക്ക് വയ്യടാ, നീ ഉണ്ടാക്ക്. ഓ ഞാൻ ഉണ്ടാക്കി തന്നിട്ട് നീ അങ്ങ് വിടുന്നു. ഗുഡ് ഈവനിങ് ബാലട്ടാ. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ടടാ പുഞ്ചക്കാടൻ വധം 1-ാം ദിവസം? ഒന്നത് ഏത് ഭീമനാ? വല്ല പിടിയുണ്ടോ പോലീസുകാർക്ക്? എവിടെ മണം പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വാട്ട് അബൌട്ട് യു ഡോക്ടർ ആൻഡ് മിസ്സസ് ഉമാ അന്തർജനം? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഈ ചക്കൻ അപ്പൊ തന്നെ കൊണ്ടുപോയി ന്യൂസ് ആക്കും. വാർത്തയുടെ ഓതന്റിസിറ്റിക്ക് വേണ്ടി എന്നെ കോട്ട് ചെയ്യുകയും ചെയ്യും. കെട്ടുള്ളാണെന്നൊന്നും നോക്കില്ല. പിന്നെ ഇവളുടെ ഔദാര്യം കൊണ്ടാണല്ലോ ഇത്രയും കാലം ഞാൻ റിപ്പോർട്ടറായി പിടിച്ചേക്കുന്നത്. വളരെ ഇപ്പൊ വരാം, ഞാനിതൊന്നും മാറ്റിക്കോട്ടെ. അതെ, ഓട്ടോപ്സിക്ക് കൂടെ ഞാനും ഉണ്ടായിരുന്നു. തൊണ്ട തല്ലുന്ന പോലെ തല്ലി ചതച്ചിട്ടുണ്ട്. ക്രൂഷ്യലായിട്ട് വേറെ എന്തെങ്കിലും? വളരെ പ്ലാൻഡ് ആണ്. വിവരമുള്ളവരാ ചെയ്തത്. ഗ്ലൂക്കോസ് കുറെ കുത്തിവെച്ചിട്ടുണ്ട്, പെട്ടെന്നൊന്നും ചാവാതിരിക്കാൻ. ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും അനുഭവിച്ചു തന്നെയാ ചത്തത്. ഇത് കർത്താവിന്റെ കൊട്ടേഷനാ. പോലീസുകാർ കണ്ടുപിടിക്കുമല്ലോ, അപ്പൊ അറിയാം. അല്ലടോ, എന്താ എന്റെ പരിപാടി? ഒരു ആനനെ തിന്നാനുള്ള വിശപ്പുണ്ട് കേട്ടോ. ആ, അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. ചങ്ങനാശ്ശേരി ചന്ദ്രശേഖരനാണെങ്കിൽ നേരെ തെക്കോട്ട്, അതല്ല ഗുരുവായൂർ കേശവനാണെങ്കിൽ നേരെ വടക്കോട്ട്, താജിലേക്ക്. 2 ആന. സ്പോൺസർഡ് ബൈ ബാലേന്ദ്രനാണ് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി ആണല്ലോ. നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഹാപ്പി ആവുള്ളൂ പോരെ. ഫോർ എ സപ്പർ in the eternal memory of the great Thomas Kurian Punjakadan. വണ്ടിയുടെ പാപ്പോ. വാ, come on. ശരി ജോർജ്, ഞാൻ ഇറങ്ങട്ടെ. വിളിക്കാം. ക്രിമേഷൻ കഴിഞ്ഞു. ഏയ് അച്ചാച്ചനിപ്പോ സംസാരിക്കാൻ തോന്നുന്നില്ല. എന്താ ലീക്ക? ഹോം മിനിസ്റ്റർ ഇപ്പൊ എത്തുന്ന ജോണിക്കുട്ടി വിളിച്ച് പറഞ്ഞിരുന്നു. ആരാപ്പ അവിടെ ചെന്ന് പറയാ? എനിക്ക് വയ്യ മുമ്പിച്ച് നിൽക്കാൻ. അങ്ങേര് വരട്ടെ. ഓ, വർക്കി സാറ് റെയർ റൂമിലാ. ആരെയും കാണാൻ കൂട്ടാക്കുന്നില്ല. സാറൊന്ന് നേരിട്ട് ചെന്നാ. ഇപ്പൊ വരാം സാർ. വർക്കി സാറേ, കുരിശുമരണം കിട്ടാൻ മാത്രം അവൻ എന്ത് തെറ്റാടോ ചെയ്തത്? എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല വർക്കി സാറേ. ഇത് ചെയ്ത ആരായാലും അവരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. നിയമത്തിന് മുമ്പിലല്ല, എന്റെ മുന്നിലും. SP രാമദാസ് ഇന്ന് തന്നെ ചാർജ് എടുക്കും. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യുന്നുണ്ട്. ആരായിരിക്കടോ? ഒരു കോൺഫറൻസിലാ. കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം. I'm T. Ramdas, SP. Good to see you. പുഞ്ചക്കാടൻ വധത്തിന്റെ ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. കേസ് ഡയറി ഞാൻ കണ്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് തോമസ് പുഞ്ചക്കാടൻ ക്രൂരമായി ടോർച്ചർ ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. അതെല്ലാം ഒന്നുകൂടെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കേസിന്റെ പ്രാഥമിക അന്വേഷണ ചുമതല ലത്തീഫിനായിരുന്നു അല്ലേ? അതെ സാർ. ഞങ്ങളുടെ നിഗമനങ്ങൾ നാളെ സബ്മിറ്റ് ചെയ്യാൻ ഓർഡർ. എന്താണ് നിഗമനം? സാർ, രാഷ്ട്രത്തിൽ തോമസിന് ശത്രുക്കളേറെയാണ്. ഇനി ആ വഴിക്കും വല്ല കൊട്ടേഷൻ ആയിരിക്കും എന്നാ. അയാൾ ധാരാളം ബിസിനസ്സിലും ഇൻവോൾവ്ഡ് ആണ്, ഇന്ത്യക്കകത്തും പുറത്തും. അപ്പോൾ ആ വഴിക്കും വരാം കൊട്ടേഷൻ. എനിവേ, ദിസ് ഇസ് എ വെരി സെൻസിറ്റീവ് കേസ്. ജനങ്ങൾക്കിടയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഓൾ ഓഫ് യു നോ, ഹൈലി ഇൻഫ്ലുവൻഷ്യലായ ആളുകളാണ് ഈ കേസ് അന്വേഷണത്തിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നത്. മരിച്ചവൻ ശക്തനായതുകൊണ്ട് സമ്മർദ്ദവും ശക്തമാണ്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തണം. അന്വേഷണം പൂർത്തിയാക്കണം. That's all. Good night. നമ്മുടെ CI ബാലേന്ദ്രൻ ഇപ്പൊ എവിടെ ഉണ്ട്? ചൂടമ്പാലാണോ സാറേ? ആ, ആള് സസ്പെൻഷനില്ല. അതറിയാം. ആളിപ്പോ എവിടെ ഉണ്ട്? ഇവിടെ തന്നെ ഉണ്ട്. ആള് വലിയ സെറ്റപ്പില്ല. ആഹാ. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, അങ്ങനെ ഒരു ലൈനില്ല. അത് ശരി.
ഹലോ, ആരാ? ഞാനോ? പേരില്ലേ? ചൂടമ്പാലൻ. നിന്റെ പേര് പറ മോനെ. കിച്ചണില്? അണ്ണനാ? രാമാസ് അണ്ണനാ? പപ്പം കൂടെ കൊഴിഞ്ഞൊരുമാതിരി ടർക്കിക്കൊഴി പോലെ ആയല്ലോ അണ്ണ. ഒന്നും പറയണ്ട. എത്ര നാളെ അണ്ണ ഒന്ന് വിളിച്ചിട്ട് നമ്മളൊന്നും വേണ്ടേ? ഇപ്പൊ ഇതങ്ങോട്ട് കൂടി. ഓ, ഷുഗർ ഉണ്ടല്ലേ? ഫാസ്റ്റിംഗിൽ 220. എങ്ങനെ മനസ്സിലായി? എന്റെ ചായയിൽ മധുരം ഇട്ടിട്ടില്ല. അത് ഞാൻ മനഃപൂർവ്വം ഇടാതിരുന്നതാ. ഷുഗർ അധികം ഉപയോഗിക്കണ്ട. അതുപോലെ രാവിലെ ഇങ്ങനെ കിടന്നുറങ്ങാതെ ഒന്ന് ജോഗ് ചെയ്യുന്നത് നല്ലതാ. പറയട്ടെ. ഓ, കണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടി. സെറ്റപ്പ് തന്നെ അണ്ണാ. പ്രോപ്പർട്ടീസ് വേറെ ഒരുപാടുണ്ട്. ആണോ? പിന്നെ ഇതെന്തൊരു പരിപാടികള്. മനുഷ്യരെ പറ്റിക്കുന്ന സകല പരിപാടികളുണ്ട്. ഷെയർ മാർക്കറ്റിംഗ്, റിയൽ എസ്റ്റേറ്റ്, പിന്നെ നമ്മുടെ പഴയ ഹോബിയൊന്നും വിട്ടിട്ടില്ല, ചീട്ടുകളി. അല്ല, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ? ഈ കുരിശെടുത്ത് നിന്റെ തലയിലോട്ട് തറച്ചു എന്നും പറഞ്ഞു ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഇന്നലെ രാവിലെ ഒരു ഇൻഡാസ് കിട്ടി. ഇവനെയൊക്കെ കുരിശേ കയറ്റിയാലും മനുഷ്യന് സൗകര്യം കൊടുക്കൂല. മക്കളൊക്കെ അവരിപ്പോ നിന്റെ പഴയ കളിക്കുട്ടികളൊന്നുമല്ല. ഒരുത്തി ഡോക്ടറാ, മറ്റവൾ എഞ്ചിനീയറിംഗ് കഴിയാറായി. കാലം പോകുന്നത് ഞാൻ അറിയുന്നേ ഇല്ല. കേട്ടി ചയക്കണേ രണ്ടിനെ. ഞാൻ വരുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ബാലനങ്ങളിനെ ക്ഷണിക്കാൻ മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറോട് കുറച്ച് കടം ചോദിക്കാനാ. ഇല്ലെങ്കിൽ ഞാൻ കക്കാൻ പോകേണ്ടി വരും. അതിനും കുറച്ച് ബുദ്ധി വേണം. പോലീസ് പണിയല്ല. സമ്മതിച്ചു. ഞാൻ വെറും പോലീസാ, തനി കേരള പോലീസ്. അതിലെ മിടുക്കന്മാരൊക്കെ ഇപ്പൊ വലിയ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരും ഹർഷദ് മേത്തമാരും ഒക്കെ ആയി. എങ്ങനെയുണ്ട് സാവിത്രിയമ്മ? ചോദിക്കാറുണ്ട് നിന്നെ. നല്ല പുഴമീൻ കിട്ടുമ്പോ പറയും അരക്കുപ്പി റമ്മുമായിട്ട് ബാലം വരുമെന്ന്. അവർക്ക് ഒരുപാട് നാളായി നിന്നെ കാത്തിരിക്കുന്നു. വാ ഒരു ദിവസം. വരും. വരണമല്ലോ. കാത്തിരിക്കുന്നവരെ മറക്കാൻ പറ്റും. ജയശ്രീ കണ്ടിരുന്നോ? പിന്നെ ഡൈവോഴ്സ് പെറ്റീഷനിൽ ഷൂ ഒന്ന് നീട്ടി വരയ്ക്കാൻ ചെന്നപ്പോ ഞാൻ വന്നതേ. ആ പുഞ്ചക്കാടൻ കേസ് ഇപ്പൊ എന്റെ തലയിലാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നീയും കൂടെ വേണം എന്റെ കൂടെ. സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. നോ, ഞാനതൊക്കെ വൈൻഡപ്പ് ചെയ്തു. മതി. വൈൻഡപ്പ് ചെയ്യാൻ എന്താ? റിയാലിറ്റി ഷോ. ഐ എം സൈനിങ് ഓഫ് ഫ്രം ദ ഷോ എന്ന് പറയാൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. നോ, എ ബിഗ് നോ. ഷുവർ? ഷുവർ. ഈ പുഞ്ചക്കാടൻ തന്റെ ഒരു റൈവലായിരുന്നു അല്ലേ? എനിക്ക് റൈവൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ ലാസ്റ്റ് സസ്പെൻഷൻ അത് അവന്റെ ഔദാര്യമായിരുന്നു. ഔദാര്യത്തിന് പ്രത്യുപകാരം വല്ലതും ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവന് ഡിസ്മിസൽ. നിങ്ങളാരാ? ആലിക്കോയ. ഇവിടത്തെ ആരാ? അതിപ്പം ഡ്രൈവറാണോ കാര്യസ്ഥനാണോ കുടുംബത്തിലൊരു അംഗാണോന്ന് എനിക്ക് തന്നെ അറിയില്ല. വർഗീസ് സാറുണ്ടോ? അകത്തുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്നു പറ. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ആള് ഫേമസാ. പുഞ്ചക്കാടന്മാരിലേക്കുള്ള വഴി ഇയാളാ. Sir, my condolences. I'm SP Ramdas. Thank you, sir. Sir, if it's fine, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. തോമസിന്റെ കുവൈറ്റ് യാത്രയുടെ റിയൽ പർപ്പസ് എന്തായിരുന്നു? ഒരു ബിസിനസ് ട്രിപ്പ്. ഈ പൊളിറ്റിക്സ് അല്ലാതെ പിന്നെ മറ്റെന്തെല്ലാം ബിസിനസ് ആണുള്ളത്? പുഞ്ചക്കാടന്മാർക്ക് പൊളിറ്റിക്സ് ഒരു ബിസിനസ് അല്ല. സർ, ഞാൻ ഉദ്ദേശിച്ചത് ഹോട്ടൽസ്, ഡിസ്റ്റിലറി, എക്സ്പോർട്ടിംഗ്, കൃഷി, പിന്നെ അല്പസ്വല്പം റിയൽ എസ്റ്റേറ്റും. എല്ലാറ്റിന്റെയും മേൽനോട്ടം തോമസ് തന്നെയായിരുന്നു. ഈ ഗൾഫ് കൺട്രീസിലേക്ക് മാത്രമല്ലല്ലോ, ലങ്കാവി, ബാങ്കോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഇയാൾ ബിസിനസ് ട്രിപ്പ് നടത്താറുണ്ടായിരുന്നല്ലോ. യാത്ര ഒരു ക്രേസ് ആയിരുന്നു എന്റെ മോന്. ഈ ജോർജ് ജോസഫ് ആയിരുന്നു തോമസിന്റെ ബിസിനസ് പാർട്ണർ. പാർട്ണർ മാത്രമല്ല, എന്റെ ജ്യേഷ്ഠന്റെ ഒരേ ഒരു മോനാ. ഈ ബിസിനസ്സിലോ പൊളിറ്റിക്സിലോ തോമസിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? ഇത്രയും വലിയ ശത്രുക്കളുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. സർ, ഈ തോമസിനെ ഇല്ലാതാക്കുന്നതിലൂടെ അങ്ങേ മാനസികമായി തളർത്തുക കൂടി ആയിരുന്നിരിക്കണം ശത്രുവിന്റെ ലക്ഷ്യം. അങ്ങനെ ആരെങ്കിലും എതിർ പാർട്ടിയിലോ സ്വന്തം പാർട്ടിയിലോ? താഴെ എങ്ങോട്ട് കൊണ്ടുപോകാനാ നോക്കുന്നേ? പല വിധത്തിലും ചിന്തിക്കണ്ടേ സർ? പോലീസിന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ പോലീസ് മന്ത്രിയുടെ കസേരയിൽ ഒരു 5-6 കൊല്ലം ഇരുന്നവനാ ഞാൻ. അറിയാം, പോലീസിനെയും അതിന്റെ രീതികളൊക്കെ നന്നായിട്ട് അറിയാം. പോലീസിനെ 5 കൊല്ലം അടക്കി ഭരിച്ച അങ്ങക്ക് അന്വേഷണമായിട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ?
ഞങ്ങൾക്ക് ഇനിയും വരേണ്ടി വരും. പുഞ്ചക്കാടൻ വധത്തിൽ ഉന്നതർക്ക് പങ്കുള്ളതായി സംശയം. ആസന്നമായ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ വൈരികൾ നടത്തിയ കരുനീക്കമാണിതെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് ശ്രീ PC ജോണി MLA. കൃത്യം നടത്തി പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി സൂചന. അന്വേഷണ സംഘം ഇന്റർപോളിന്റെ സഹായം തേടും. അഗത ക്രിസ്റ്റിയുടെ കൊച്ചുമക്കളാ ചാനൽ മുഴുവൻ. കണ്ടില്ലേ ക്രൈം ത്രില്ലറുകളുടെ പെരളി. പുച്ഛിക്കണ്ട. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സഹായിച്ച ചരിത്രമുണ്ട്. പുച്ഛിച്ചതല്ല ബാല, എനിക്കൊരു ഒരു ലാൻഡും കിട്ടാത്ത അവസ്ഥ. ഈ ക്രൈം പ്രീ പ്ലാൻഡ് ആണെങ്കിൽ ചിലപ്പോ കുറ്റവാളി പോലീസുകാരെ ചുറ്റിക്കാൻ വേണ്ടി ചില ഗിമ്മിക്കുകൾ കാണിക്കും. അതുപോലെ ഒന്നായിക്കൂടെ ഈ കുരിശാരോഹണം? കറക്റ്റ്. കുരിശി തറച്ചു കൊന്നതല്ല, കൊന്നു കുരിശി തറച്ചതാ. ഒരു മാസ്റ്റർ ബ്രെയിന്റെ ടാക്ടിക്സിന്റെ പിന്നിലുണ്ട്. തന്റേതൊരു വെറും ഗസ്സിംഗ് അല്ല, സംതിങ് ഇൻ ഇറ്റ്. ഇല്ലണ, ഹി ഡിസർവ്സ് ഇറ്റ്. ആരെങ്കിലും പണി കൊടുക്കാൻ സാധ്യതയുള്ള മോല് തന്നെയാണ്. ഒരു ക്രൈം നടന്നാൽ അതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ. അത് കണ്ടെത്തുകയാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി. അണ്ണൻ കുറച്ച് ബുദ്ധിമുട്ടു. നോക്കാം. വരണം. രാംദാസ്. അറിയാമേ, ഈ ഓഫീസറെ പറ്റി DGP പറഞ്ഞായിരുന്നു. അങ്ങോട്ട് ഇരുന്നാട്ടെ. ജോർജ് സാറിന് ഇതിന് പരിഭവണ്ടേ? ഇങ്ങോട്ട് വിളിപ്പിച്ചേലേ. തിരക്കുള്ള ആളാണേ. അയ്യോ, അങ്ങോട്ട് വന്ന് കാണണമെന്ന് തന്നെയാണ് കരുതിയത്. ഞാനും കുറച്ച് തിരക്കിലായി പോയി. ഓ, എനിക്കറിയത്തില്ലയോ, അതൊന്നും കുഴപ്പമില്ല. നീ ഇയാളിപ്പോ സർവീസിലില്ല. രാംദാസ് സാറിന് അറിയത്തില്ലയോ? തോമാച്ചിനിട്ടൊന്ന് പണിയാൻ നോക്കിയതാ. അതൊക്കെ സാറിന് അറിയാൻ ജോർജേ. ഈ തോമാച്ചൻ ഇപ്പൊ എവിടെയുണ്ട്? കാണാനില്ലല്ലോ. ഈ സാറിന് ഒരു കാര്യം, ടിവിയും കാണൂല, പത്രം വായിക്കൂല. പത്രമല്ലേ വായിക്കുന്നേ? ലത്തീഫേ, തോമാച്ചന്റെ രഹസ്യങ്ങളുടെ ഒക്കെ താക്കോല് ജോർജിന്റെ കയ്യിലാണല്ലേ? എന്ത് താക്കോല്, എന്ത് രഹസ്യം? ഒരു തുറന്ന പുസ്തകമല്ലായിരുന്നോ തോമാച്ചന്റെ ജീവിതം? വല്ലാണ്ട് തുറന്നപ്പോഴായിരിക്കും കുത്തഴിഞ്ഞു പോയത്. ശത്രുക്കൾ അങ്ങനെ പലതും പറഞ്ഞായിരുന്നു. കള്ളക്കേസി കൊടുക്കാനും നോക്കി. എന്നിട്ട് ഇപ്പൊ എന്നെ ഉണ്ടായി. ഈ ശത്രുക്കൾ എന്ന് പറയുമ്പോ എനിമീസ്. സംഗതി പൊളിറ്റിക്സ് അല്ലയോ സാറേ? ചില പോലീസുകാരും ശ്രമിച്ചതാ. പലരും ഒന്നും സർവീസിലില്ല. ജീവനോടെ ഇരിക്കുന്നത് തന്നെ മഹാഭാഗ്യം. ഒരു കാര്യം അങ്ങ് നേരെ ചൊവ്വേ പറയാൻ സാറേ. ഇവനെ പോലുള്ള എംബോക്കയുടെ മുമ്പിൽ വെച്ചുള്ള ഈ കളി വേണ്ട. ഒരിക്കൽ പോലീസിൽ കളിച്ചതിന്റെ ഫലം നിനക്കറിയത്തില്ലേ? ആ കളിയൊക്കെ ഞാൻ നിർത്തി ജോർജേ. ഇപ്പൊ പുതിയ കളിയാ. ആ കളി തനിക്ക് പഠിക്കണോ? വല, നീ പോ. എനിക്ക് ജോർജിനോട് തനിച്ച് കുറച്ച് സംസാരിക്കണം. പപ്പനാവിന്റെ നിലവറ ഞാൻ മുമ്പിൽ നിൽക്കുന്നേ. കുത്തി തുറന്ന എന്തൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നീ ചെല്ല്. പോട്ടെ ജോർജേ. ബാലിനെ നേരത്തെ അറിയാല്ലേ ജോർജിന്? പിന്നില്ലയോ? ചെറ്റയാ. അത് വിട്, പോട്ടെ. അല്ല ജോർജെ, ഈ കുവൈറ്റിലേക്കാണെന്നും പറഞ്ഞ് തോമാച്ചൻ പിന്നെ എങ്ങോട്ടാ പോയത്? ജോർജിന് വല്ല പിടിയുണ്ടോ? എന്റെ കർത്താവേ, ഇതെന്നെ വർത്തമാനമാ. കുവൈറ്റിയും തന്നെയാ. അവിടെ തന്നെ വിളിച്ചല്ലയോ 2 തവണ. അതിപ്പോ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റാ? കുവൈറ്റിൽ നിന്ന് തന്നെ വിളിച്ചു. എന്റെ ഫോണിൽ നമ്പർ കിടപ്പുണ്ട്. ഈ നമ്പറിൽ നിന്ന് വിളിച്ചേ. 009656510803. ഇത് കുവൈറ്റ് നമ്പർ ആണല്ലോ, അല്ലല്ലേ? പിന്നെ ഫോൺ കണ്ടറിഞ്ഞൂടെ? വൈറ്റ് കുവൈറ്റ് തന്നെ. താങ്ക് യു ജോർജ്. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. സാരമില്ല, ഇനിയും ബുദ്ധിമുട്ടാ. എന്റെ തോമാച്ചിന് വേണ്ടിയിട്ടല്ലയോ? അവൻ ഈ ഗതി വരുത്തിയവരെ ഞങ്ങളുടെ മുന്നിൽ നിർത്തി തന്നാ മതി. ബാക്കി ഞങ്ങൾ ഈ പുഞ്ചക്കാടന്മാരെ നോക്കിക്കോളാം. അപ്പൊ പൊയ്ക്കോട്ടെ. ശരി. വേന്ദ്രനെ സാറേ, നല്ല അസല് ദല്ലാള്, പവർ ബ്രോക്കർ. ഈ ജോർജും നമ്മുടെ ബാലേന്ദ്രനും തമ്മിൽ, ഇൻക്ലൂഡിംഗ് ദാറ്റ് തോമസ്, എന്തോ ഒരു ഇഷ്യൂ മുമ്പ് നടന്നിട്ടുണ്ട്. ഐ സ്മെൽ സംതിങ് റോട്ടൺ. എവിടെ നിങ്ങൾ ഇത്ര നേരം? ബാക്കിയുള്ള ഒരു തീ തിന്നേനു. അതെന്താ എനിക്കൊന്ന് ചോറും കറിയും കിട്ടിയില്ല ഇവിടെ? നിങ്ങളെ കളി മക്കാറും ഒന്നല്ല ഇപ്പൊ ഇവിടെ. രാത്രി അയക്കണ് പോലീസ് ഈ കോളനിന്ന് പോകുമ്പോ തെരച്ചിലോട് തെരച്ചിൽ തന്നെ. ഇവ കുറച്ച് വെള്ളം എടുത്തോണ്ട. എന്താണ്ടാ ചോദ്യം ചെയ്യലെന്നെ തിരിച്ചും മറിച്ചും. പുഞ്ചക്കാടന്മാരോടൊപ്പം 35 കൊല്ലം ഏറിയ പോലീസിനും കണ്ടിട്ടുണ്ട് ഞാൻ. ഇതൊരു വല്ലാത്ത പോലീസ് തന്നെയാ. എന്നിട്ടോ ഇതിന്റെ ഉള്ളു മുഴുവൻ ഓലെടുത്ത്. ഇനി പണ്ട് ഉമ്മ തന്ന മുലപ്പാല് ബാക്കിയുണ്ട്. മേല് കൈ വെച്ചിട്ടൊന്നുമില്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നാട് മുഴുവൻ അരിച്ചു പെറുക്കണ്ട്. എങ്ങോട്ടെങ്കിലും പോണ്ടി വരും എല്ലാരും. എന്നിട്ട് അവസാനം ഏതെങ്കിലും ഒരു പാവം കൊടുക്കും. അതൊക്കെ വലിയ കളിയാ. മേലേന്ന് നിശ്ചയിച്ചുറപ്പിച്ച കളി.
പുറംകടലെങ്ങാനും പോയി ഒളിക്കാൻ നല്ലത്. പോലീസിന്റെ ചോദ്യം ചെയ്യല് താങ്ങാനാവൂല മോനെ. അജാതി ഐറ്റംസാ. ആ പുതിയ SP ആളൊരു പഹയനാ. സസ്പെൻഷനിലായ CIക്ക് സർവീസിലുള്ള CIയുടെ സല്യൂട്ട് വേണ്ട. പഴയ ശീലം വെച്ച് ചെയ്തു പോയതാ സാറേ. പല ശീലങ്ങളും മാറ്റാനുണ്ട് നമ്മുടെ പോലീസ്. ഏമാനകത്തുണ്ടോ? എന്നെ കാണണമെന്ന് അത്യാവശ്യമായി ഓർഡർ ആയിരുന്നു. എന്താ? ഞാനൊട്ട് ചോദിച്ചില്ല, സാറിട്ട് പറഞ്ഞില്ല. നന്നായി. അല്ല, താനിപ്പോ ഫുൾ ടൈം രാംദാസ് സാറിന്റെ കൂടെയാണോ? സാറും കൂടി വേണ്ടതായിരുന്നു ടീമില്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ വാ, ഷൂട്ടിംഗ് സെറ്റപ്പ് ഒക്കെ ആണല്ലോ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തു വന്നേ. തനിക്കിനി എന്തിനാണോ മേക്കപ്പ്? നല്ല മിടുക്കനായിട്ടിരിക്കുകയല്ല. കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അണ്ണനും ട്രൈ ആവുന്നേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ. ബാലനറിയാവല്ലോ, നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ചില എവിഡൻസസ് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ തേടി ഇങ്ങോട്ട് വരും. ഇപ്പൊ ഈ പുഞ്ചക്കാടൻ വധക്കേസിൽ അങ്ങനെ എന്നെ തേടി ഇങ്ങോട്ട് വന്ന ഒരു തെളിവ് അൺഫോർച്ചുനേറ്റ്ലി ബാലനെതിരാ. സോ ദിസ് മീറ്റിംഗ് ഈസ് സ്ട്രിക്ട്ലി ഒഫീഷ്യൽ. മനസ്സിലായി? ചോദിക്കാം, പറയാം. ബാലൻ എന്ന ഈ തോമസ് പുഞ്ചക്കാടനെ അവസാനമായിട്ട് കണ്ടത്? S. ബാലചന്ദ്രൻ. ഒഫീഷ്യലി അതാണ് പേര്. ഓക്കെ. പിന്നെ ചോദ്യത്തിന്റെ ഉത്തരം ഓർമ്മയില്ല. ഞാൻ ഓർമ്മിപ്പിക്കാം. പ്ലീസ്. May 6th ഹോട്ടൽ ബ്ലൂ മൂണിൽ വെച്ച്. അതേ ദിവസം അതേ ഹോട്ടലിൽ റൂം നമ്പർ 3002-ൽ ഈ തോമസ് പുഞ്ചക്കാടനും സംഘവും ഉണ്ടായിരുന്നു. തലതിരിഞ്ഞ റൂം നമ്പറിൽ ബാലചന്ദ്രനും 2003-ൽ. കറക്റ്റ് അല്ലേ? പിന്നെ കറക്റ്റാണ്. എന്തായിരുന്നു ഉദ്ദേശം? പതിവ് പരിപാടി തന്നെ, ചീട്ടുകളി. അറിയാലോ? എനിക്കറിയില്ല. എന്നറിഞ്ഞോ, ഞാൻ ആ ഹോട്ടലിൽ ചീട്ട് കളിക്കാൻ മാത്രമേ പോകാറുള്ളൂ. ഒരു സ്റ്റാർ ഹോട്ടലിൽ ചീട്ട് കളിക്കാൻ വേണ്ടി മാത്രം? വിശ്വസിക്കാൻ അങ്ങോട്ട് പ്രയാസമുണ്ട് ബാലേന്ദ്രൻ. അത് അണ്ണൻ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിന്റെ കുഴപ്പമാണ്. വിശ്വസിക്കാൻ പ്രയാസമാണ്. വിശ്വസിക്കണ്ട. അയ്യോ, ബാലേന്ദ്രൻ സാർ ഇപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെയാ. മെയ് 6 മുതൽ 9 വരെ, അതായത് ഈ തോമസ് പുഞ്ചക്കാടൻ മിസ്സിംഗ് ആയ ദിവസം ബാലേന്ദ്രൻ നാട്ടിലുണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു? മസനഗുഡി. എവിടെയായിരുന്നു താമസം? ഞാനും എന്റെ ഫ്രണ്ട്സും കാട്ടിലായിരുന്നു. കാട്ടിലോ? എന്തായിരുന്നു ഉദ്ദേശം? ഒരു സിംഹവുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഓക്കെ. എന്തായിരുന്നു പർപ്പസ്? കണ്ണൂടിയും ചീട്ടുകളി. ഈ തോമസ് പുഞ്ചക്കാടനായിരുന്നു അല്ലേ ബാലേന്ദ്രന്റെ സസ്പെൻഷന് പിന്നിൽ? ടോപ്പ് സീക്രട്ട് ആയിരുന്നു. സാർ അത് കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. എക്സലന്റ്. ബാലേന്ദ്ര കളിയും മക്കാറും ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കളിയും മക്കാരും ഒന്നും അല്ല സാറേ. ഞാനതങ്ങനെ ആരോടും പുറത്തു പറയാറില്ല. അവനാ എനിക്ക് സസ്പെൻഷൻ വാങ്ങിച്ചു തന്നത്. നാണക്കേടുണ്ടാ. എനിക്ക് മാത്രമല്ല, ഇത്രയേ ഉള്ളൂ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അളക്കും ജനം. ടൗൺ സ്റ്റേഷനിൽ CI ആയിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ഫോൺ. സത്യസന്ധനും ശുദ്ധനുമായിരുന്ന ഒരു മനുഷ്യൻ, കോൺസ്റ്റബിൾ വേലായുധൻ, ആത്മഹത്യക്ക് ശ്രമിച്ച് ICUവിലാണെന്ന്. എന്താ പറ്റിയത്? മോൾ ഇന്നലെ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നില്ല. സാധാരണ സ്കൂളിൽ വിട്ട് ട്യൂഷൻ കഴിഞ്ഞ് 6 മണിയാവുമ്പോ എത്തുന്നതാ. പക്ഷെ 7 8 എന്നിട്ടും ആരോടും വിളിച്ച് അന്വേഷിച്ചില്ലേ? വിളിച്ചു. ടീച്ചറെ വിളിച്ചപ്പോ സ്കൂളിൽ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞ്. ഏതെങ്കിലും കുട്ടികളുടെ നമ്പർ കിട്ടുമെന്ന് അറിയാനാ ഞാനും വേലായുധനും അവളുടെ മുറി പരതിയത്. വേലായുധ നമ്മുടെ മോളെ വിഷമിക്കാതിരിക്കും. എന്താ വേലായുധ? ഈശ്വര, എന്റെ മോള്.
കരയായിരിക്കും, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കേട്ടാൽ സാർ ഞെട്ടും. ഞാൻ നേരിൽ കണ്ടതാ. 10ാം ക്ലാസ്സുകാരിയായ വേലായുധന്റെ മകൾ ഒരേ സമയം ഡ്രഗ് കാരിയറും നക്ഷത്ര ഹോട്ടലിലെ ഐസ്ക്രീമും. അവൾ മാത്രമല്ല, അവളുടെ കൂട്ടുകാരി മെർലിനും. സാർ, ഈ പിഡോഫൈൽസ് എന്ന് കേട്ടത് കൗമാര ഭോഗാസക്തർ എന്ന് മലയാളത്തിൽ പറയും. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളോട് കാമാസക്തി ഉള്ളത്. ഇങ്ങനെയുള്ളവർക്ക് പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്നത് തോമസ് പുഞ്ചക്കാടനും ഫെമിന ബ്യൂട്ടി സ്പോട്ടിന്റെ ഉടമ നിർമ്മല തങ്കച്ചി. നിർമ്മല തങ്കച്ചിയുടെ കാമുകൻ 10 വയസ്സിനിളയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രതീഷ് നമ്പ്യാർ. തങ്കച്ചിയുടെ സോഫ്റ്റ് ഡ്രിങ്ക്. പിന്നെ നിർമ്മൽ പ്രസാദ് കൊക്കൈനും ബ്രൗൺ ഷുഗറും കെറ്റമിനും എഫ്ഡ്രിനും പോലുള്ള മാരക ലഹരി വസ്തുക്കൾ കടത്താൻ കൗമാരക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പഗോഡ റിസോർട്ടിന്റെ ഓണർ. പഗോഡ റിസോർട്ട്, പിമ്പുകളുടെ പഗോഡ. മസ്ബൂത്ത്. കൊച്ചിനൊരു മെരുക്കില്ല. മെരുക്കാനല്ലയോ തോമാച്ച ആദ്യം നിന്റെ കയ്യിലോട്ട് തരുന്നത്? പുതിയ ഐറ്റമാ. നിർമ്മല തങ്കച്ചിക്ക് അറിയാം എന്റെ സ്റ്റൈൽ. തുടക്കം ഒരു പൂവിനെ തലോടും പോലെ, പിന്നെ പിടയുന്നൊരു ട്യൂണ മത്സരമായിട്ട് ഞാൻ നിന്നെ തിരിച്ചു കൊടുക്കും. ഇങ്ങോട്ട് കടത്തിവിട്ടെ. സമയമാവുമ്പോ അനുവാദം ചോദിക്കാതെ കടന്നു വരാൻ പുഞ്ചക്കാട. അനുവാദം ചോദിക്കാണ്ട് കടന്നു വരാൻ ഇതെന്താ പോലീസ് അമ്മന്റെ അച്ചിപ്പനും? എന്റെ ഈ പഗോഡ പരിത്യാഗികളുടെ ധ്യാന സ്ഥലമല്ലെന്ന് എനിക്കറിയാം. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാംസം തൂക്കി വിൽക്കുന്ന നിന്റെയോ അറവുശാല ഞാനിന്ന് കത്തിക്കും പുഞ്ചക്കാട, കത്തിക്കും. ഇനി ഈ രുചി നീ നിന്റെ കൂട്ടരും അറിയണ്ട. രുചി പിടിച്ച പുഞ്ചക്കാണ് രുചിച്ചോണ്ടേയിരിക്കും. എന്റെ റെസിപ്പി മാറ്റാൻ നിന്നെ കൊണ്ടാവില്ല. ഓ, ഇവൻ ഈ തല്ലുകൊള്ളുന്ന ഡയലോഗ് പറയുന്നത് വെച്ചാൽ തലയിരിക്കാൻ പറ്റും. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഒരാൾ ഈ വേലായുധന്റെ മകളായിരുന്നു. കേരളം മുഴുവൻ വേരുകളുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ആദ്യം ബൂട്ട് ലെഗേഴ്സായിട്ട് കുട്ടികളെ ഉപയോഗിക്കും. പിന്നെ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും VVIPകളുടെ റൂമുകളിലേക്ക് ഇവരെ എത്തിക്കും. ശരീരവും മനസ്സും തടർന്നു പോകുന്ന ഈ കുട്ടികളെ പിന്നെ കാണുന്നത് ഏതെങ്കിലും മെന്റൽ അസൈലത്തിലോ റെയിൽവേ ട്രാക്കിലോ ആയിരിക്കും. പുഞ്ചക്കാടന്റെ അറസ്റ്റോടെ ഇവർക്കെതിരെ ഒരു ബിഗ് മൂവ് നടത്താൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. തിരിച്ച് സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പേ അവനെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ. എനിക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോർ മൾട്ടിപ്പിൾ ചാർജസ്. മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കോൺസ്റ്റബിൾ വേലായുധം പോലും പരാതി കൊടുക്കാൻ തയ്യാറായി. ജീവഭയം, മാനഹാനി, എനിക്കാരെ പേടിക്കാൻ. പുരുഷനെന്ന് കേട്ടാൽ ഞെട്ടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി, സ്വന്തം അച്ഛന്റെ മടിയിലിരിക്കാൻ പോലും പേടിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഞാനന്ന് തീരുമാനിച്ചു. ഐ ഹാഡ് സം പ്ലാൻസ്. അത് അന്നൂറായിട്ട് ഡിസ്കസ് ചെയ്യാനാ ഞാനന്ന് പോയത്.
വലിയ കേടുപാടുകളില്ലാതെ തിരിച്ചു വരാൻ കഴിയുമെന്ന് പോലും സംശയമായിരുന്നു. എന്റെ തലയിൽ കെട്ടിവെച്ച കള്ളക്കേസുകളിൽ നിന്ന് ഒഴിവാക്കി തരാൻ പോലും ഡിപ്പാർട്ട്മെന്റ് ശ്രമിച്ചില്ല. ഇപ്പോഴും ഉണ്ട് ഒരെണ്ണം ബാക്കി. അല്ല, ബാലേന്ദ്രൻ എന്താ ആ മർഡർ അറ്റംപ്റ്റിനെതിരെ കേസ് ഫയൽ ചെയ്യാതിരുന്നത്? ചെയ്ത ആളുകളെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും. എവിടെ? ആരുടെ കോടതിയിൽ? അവനുള്ളത് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് നടപ്പിലാക്കിയോന്നാണ് എനിക്ക് അറിയേണ്ടത്. അവസരം ഒത്തു വന്നില്ല. ഉറപ്പാണോ? ഓക്കെ, ദാറ്റ്സ് ഓൾ. ഐ ആം സോറി. കാര്യമില്ലണ്ണ. പാവം ദാസിന്റെ സംശയം ഇപ്പോഴും മാറിയിട്ടില്ല. ലത്തീഫ് വിചാരിച്ച അയാളെ സഹായിക്കാൻ പറ്റും. ഞാനോ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? പറയാം. പക്ഷെ അതിനു മുമ്പ് താൻ എനിക്കൊരു ഫേവർ ചെയ്യണം. കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും താൻ എനിക്ക് എത്തിച്ചു തരണം. എസ്പെഷ്യലി പുഞ്ചക്കാടന്മാരുടെ സാമ്പത്തിക ഇടപാടുകൾ, പിന്നെ ആ ജോർജ് ജോസഫിന്റെ ഫുൾ ഹിസ്റ്ററി, മൊഴികളുടെ വീഡിയോ പകർപ്പ് എല്ലാം. നമുക്കൊരു പുതിയ കേസ് ഫയൽ ഓപ്പൺ ചെയ്യാം. തന്റെ തൊപ്പിതെറിക്കുന്ന ഏർപ്പാടാ. റെഡിയുണ്ടോ? തെറിക്കട്ടെ സാറേ. റിയൽ എസ്റ്റേറ്റ് ഇല്ലേ, പിന്നെ നമുക്കെന്താ, രണ്ടാൾക്കും കൂടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. ലത്തീഫിന് എന്ത് തോന്നുന്നു? സത്യം പറഞ്ഞൊരു എത്തുമിടിയും കിട്ടുന്നില്ലേ സാറേ? കുവൈറ്റിലേക്ക് പുറപ്പെട്ട തോമസ് പുഞ്ചക്കാടൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. പക്ഷേ ജോർജ് ജോസഫ് പറയുന്നു കുവൈറ്റിലെത്തി അയാളെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ആ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ആലിക്കോയ പുഞ്ചക്കാടനെ എയർപോർട്ടിൽ വിട്ടിട്ടുണ്ട്. അതിനും നമ്മുടെ തെളിവുകളുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് പുഞ്ചക്കാടനെ ആരോ പൊക്കി 3-4 ദിവസം ടോർച്ചർ ചെയ്തിട്ട് ബീച്ചിൽ കൊണ്ടിട്ടു. റൈറ്റ്? അപ്പൊ ഈ ജോർജ് ജോസഫ് പറയുന്നത് കള്ളാണോ? അവിടെ വന്നില്ല. അയ്യോ, റിപ്പോർട്ട് ടു ക്യാമ്പ് ഇമ്മീഡിയറ്റ്ലി. സാറേ, എസ് പിയുടെ മെസ്സേജാ. എന്തോ കുഴപ്പമുണ്ട്. ഞാനിതൊക്കെ കോപ്പി ചെയ്തത് അങ്ങേര് അറിഞ്ഞു തോന്നണേ. ആ മെസ്സേജ് അയച്ചത് ഞാനാ ഈ സിസ്റ്റത്തിൽ നിന്ന്. പക്ഷെ രാംദാസ് സാറിന്റെ നമ്പറാണുള്ളത്. അതൊക്കെ ഇപ്പൊ വളരെ ഈസിയാടോ. മൊബൈൽ നമ്പർ സ്പൂഫിംഗ്. ആർക്കും ആരെയും ആരുടെ നമ്പറിൽ നിന്ന് വിളിക്കാം, SMS ചെയ്യാം. ഈ ജോർജ് ജോസഫിന് വന്ന കോൾ ഇതുപോലെ ഒന്നും ആയിക്കൂടെ? പഠിച്ചോനെ, ശ്വാസം പോയി. അപ്പോ ഇതിന്റെ ഒറിജിൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റും, പക്ഷെ പാടാ. ഈ IP അഡ്രസ് എന്നൊരു സാധനമുണ്ട്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. അതും മാസ്ക് ചെയ്യാൻ പറ്റും. സാറിന് ഇതൊക്കെ എങ്ങനെ അറിയാ? പോലീസ് പണിയോ ഇല്ല. ചുമ്മാ ഇരുന്ന് ചൊറി കുത്തുമ്പോ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് വേണ്ടേ? കമ്പ്യൂട്ടർ ഇസ് എ ഗുഡ് ഫ്രണ്ട്. തിരക്കൊണ്ട പോയിക്കോ സാർ. താങ്ക് യു സാർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേൺ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജോർജ് ജോസഫിന്റെ റീസെന്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു. മെർക്കാറയിൽ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഇയാളെ ഫോറൻസിക് സർജൻ ഡോക്ടർ ചന്ദ്രബാബുവിന് വിറ്റിട്ടുണ്ട്. ഏതോ ഒരു വീർ മഹാബലി ഷെട്ടിയുടെ കയ്യിൽ നിന്നാണ് ഇയാളിത് വാങ്ങിയിരിക്കുന്നത്. ജോർജ് ആയിരിക്കില്ല, അയാൾ വെറും ബിനാമി. ആയിക്കോട്ടെ, പക്ഷെ ഡോക്ടർ ചന്ദ്രബാബു ഇതെങ്ങനെ വാങ്ങി? അതിനുള്ള തെമ്പടിയൊന്നും ഇയാളുടെ കയ്യിലില്ല. അതൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോ ആ ബംഗ്ലാവ് പുഞ്ചക്കാടന്മാർ ഡോക്ടർക്ക് ഇഷ്ടദാനം കൊടുത്തതായിരിക്കണം. അതെന്തിനാ? എന്തിനായിരിക്കും?
ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരസ്മരണ ഡോക്ടർ ചന്ദ്രബാബുവിനും ജോർജിനും ഇടയിൽ, അല്ലെങ്കിൽ ചത്തുപോയ തോമസ് പുഞ്ചക്കാടിനും ഇടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. താനറിയില്ലേ ഡോക്ടർ ഉമയെ? അറിയാം സാർ. ഞാൻ ഡോക്ടർ ഉമയുമായിട്ട് സംസാരിച്ചു. പുഞ്ചക്കാടന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതരമായ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചെസ്റ്റ് അല്ലെങ്കിൽ തൊറാക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വെടി കൊണ്ടതുപോലൊരു പാട് എന്നുണ്ട്. ബുള്ളറ്റ് ആണെങ്കിൽ കണ്ടുകിട്ടിയിട്ടുമില്ല. പുഞ്ചക്കാടൻ മരിച്ചത് വെടിയുണ്ട കൊണ്ടിട്ടാണെങ്കിൽ വളരെ പിവട്ടലായിട്ടുള്ളൊരു എവിഡൻസ് ആയിരിക്കും ആ ബുള്ളറ്റ്. ചന്ദ്രബാബു അത് മറച്ചു വെച്ചതാണെങ്കിലോ? താനിത് ദാസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അയാളെ കൺവിൻസ് ചെയ്യണം. ഒരു എക്സ്ക്യൂമേഷനുള്ള പോസിബിലിറ്റീസ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. പിന്നൊരു കാര്യം, ഞാൻ ഈ കാര്യത്തിൽ ഒട്ടും ഇൻവോൾവ് അല്ല, ഡോക്ടർ ഉമയും ഇൻവോൾവ് അല്ല. സാറ് നേരിട്ട് പറയുന്നല്ല എന്റെ ശരി. വേണ്ട, ഉള്ളുകൊണ്ട് ദാസിന് ഇപ്പോഴും ഒരു അകൽച്ചയുണ്ട്. അയാളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ധരിച്ചാൽ തീർന്നില്ലേ? അതുകൊണ്ട് ലത്തീഫ് തന്നെ പറ. സക്സസ് ആയ അതിന്റെ ക്രെഡിറ്റ് ലത്തീഫിന് കിട്ടും. സാർ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഉണിത്തിരി മർഡർ കേസിൽ ഞാൻ അപ്പിയർ ചെയ്തത്. ഫയൽ എന്റെ കയ്യിലുണ്ട്. ഡോക്ടർ ഉമയോ? മുട്ടയെന്ന് വരിയാത്ത കൊച്ചിന് എന്തറിയാനാ? ആ ശരി ശരി. ശ്യാം, എണീക്കടാ. എന്താണ് നിന്റെ ഉദ്ദേശം? മണി 11 സ്കൂളിലിടാ നിനക്കുന്ന്. ചോദിച്ചത് കേട്ടില്ലേ? എന്താ? വാ വാ വാ. ഇന്ന് രാവിലെ എന്റെ പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു. അറ്റൻഡൻസ് ഇല്ലേ അവന്? ഹീസ് ലാഗിംഗ് ഇൻ 3 പേപ്പേഴ്സ്. റിപ്പോർട്ട് കാർഡിലെ എല്ലാ കോളത്തിലും റെഡ് മാർക്ക് ആണെന്ന്. സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് ഏത് നരകത്തിലേക്കാണ് നീ പോകുന്നത്? ഇവന് പഠിക്കുന്നതിലല്ല ശ്രദ്ധ. വാട്ട്സ് ഹാപ്പനിങ് ടു യു? ഈ പേപ്പേഴ്സ് എങ്ങനെ എഴുതിയെടുക്കും? ഞാൻ എഴുതിയെടുത്തോളാം. എക്സാമിനേഷൻ നിന്റെ സൗകര്യത്തിനാണോ എക്സാംസ് നടത്തുന്നത്? അവൻ നല്ല ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണെന്ന് ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത്. അതെ, നീ ഇവന്റെ സൈഡ് പിടിച്ച കൊന്നുകളഞ്ഞാ നിന്നെ. നീ അവന് ഇത്ര വഷളാക്കുന്നത്. ഇവന്റെ ബ്രൈറ്റ്നസ് ഒക്കെ വേറെ കാര്യങ്ങളാ. എന്താണ് ഇതൊക്കെ? വാട്ട്സ് ദിസ്? വാട്ട് ദ ഹെൽ ഇസ് ദാറ്റ്? ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാർഡിയോവെർട്ടർ ഡീഫിബ്രിലേറ്റർ, a device to prevent cardiac arrest. അരിത്മിയാക് രോഗികളിൽ ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ ഒരു ചിപ്പ്. നിന്റെ ഓരോ എക്സ്പെരിമെന്റ്സും കമ്പ്യൂട്ടർ ജീനിയസ് കുഴിച്ചു മൂടിക്കോണല്ല എന്നത്തോടെ. അവൻ ഉറക്കൊഴിച്ചിരുന്ന് ഉണ്ടാക്കുന്നത്. അവന്റെ താല്പര്യവും ടാലന്റും മനസ്സിലാക്കാതെ നിങ്ങള്. ഇനി എങ്ങനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ലേറ്റ് നൈറ്റ് സർഫ് ചെയ്ത് ഇങ്ങനത്തെ മാഡ്നസ് കാണിച്ചാലുണ്ടല്ലോ, രണ്ടിനെയും ഏതെങ്കിലും സൈക്കാട്രിസ്റ്റ് കൊണ്ടേ കാണിക്കാൻ നോക്ക്. അല്ലെങ്കിൽ I'll do something really cruel. വരൂ, ഇരിക്കൂ. പ്ലീസ് സിറ്റ് ഡൗൺ. ഡോക്ടർ, തോമസ് പുഞ്ചക്കാടന്റെ ഓട്ടോപ്സി റിപ്പോർട്ടാണിത്. ഡോക്ടറുടെ ഈ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് തോന്നിയ ചില കോൺട്രഡിക്ഷൻസ്, ചില ഒമിഷൻസ്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഇംപോസിബിൾ. കേസിന്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്നതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ഞാൻ ഓട്ടോപ്സി ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ബുള്ളറ്റ് കണ്ണിപ്പെടാതിരിക്കാൻ കടുകും ജീരകമൊന്നുമല്ലത്. ചില തോന്നലുകൾ ശരിയായി കൂടുന്നില്ലല്ലോ ഡോക്ടർ. മരണം ഒരുതരം കാർഡിയാക് അറസ്റ്റ് ആണെന്നല്ലോ ഡോക്ടർ ഭാഷ്യം. ഭാഷ്യമല്ല, ഐ ആം ഷുവർ. ഓക്കെ, ഡോക്ടറുടെ റിപ്പോർട്ടിൽ ബോഡിയിൽ ഒരിടത്ത് വെടി കൊണ്ടതുപോലൊരു മുറിവ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു എൻട്രി ബോണ്ട് ഉണ്ടെങ്കിൽ ഒരു എക്സിറ്റ് ബോണ്ടും ഉണ്ടാവണം, അല്ലെങ്കിൽ ബോഡിയിൽ നിന്നൊരു ബുള്ളറ്റ് കണ്ടെത്താൻ കഴിയണം. ഇതിപ്പോ എക്സിറ്റ് ബോണ്ടും ഇല്ല, ബുള്ളറ്റും ഇല്ല. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി തരാൻ എനിക്ക് പറ്റില്ലല്ലോ. അത് പറ്റില്ല. പക്ഷെ ഡോക്ടർ, അങ്ങനെ ഒന്നും ഉണ്ടായാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നമുക്കൊരു റീപോസ്റ്റ്മോർട്ടത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു. എന്ത് മണ്ടത്തരാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ വൈൽഡ് ഗസ് ബേസ് ചെയ്തിട്ട് മറവ് ചെയ്ത ഒരു ബോഡിയെ കുത്തി മാന്തി എടുക്കാനൊന്നും പറ്റില്ല. അഥവാ ചെയ്താലും അതിൽ നിന്നൊന്നും കിട്ടാനുമില്ല. ആഫ്റ്റർ എക്സ്ഹുമേഷൻ റിസൾട്ട് ഒന്നും ഇല്ലെങ്കിൽ ആരതിന് സമാധാനം പറയും? ഇഫ് യു ആർ ഓൾവേസ് ദാറ്റ് പെർഫെക്റ്റ്, പിന്നെ ഈ എക്സ്ഹുമേഷനും റീപോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ടല്ലോ ഡോക്ടർ. ഇങ്ങനൊരു പോസിബിലിറ്റി ഞങ്ങൾക്ക് തള്ളിക്കളയാനാവില്ല. നിങ്ങൾ സഹകരിച്ചാലും ഇല്ലെങ്കിലും we will do it.
തോമാച്ചോ ഇതിന്റെയൊക്കെ പൊരുള് ഒരിക്കൽ വെഞ്ചരിച്ച് അടക്കിയ ശരീരം എടുത്തിട്ട് ഇവിടെയൊക്കെ തോന്നാൻ ഇട്ട് കൊടുക്കണോ? പോലീസിന്റെ പ്രവൃത്തിയിൽ പള്ളി ഇടപെടേണ്ട കാര്യമില്ല. എന്റെ തോമാച്ചന്റെ ആത്മാവ് ഇവന്മാർക്കൊക്കെ എന്തു ആകാം. ഒരിക്കലും വെട്ടിക്കീറ ഇട്ട് കൊടുത്തതല്ലേ, എന്നിട്ട് എന്നെ ഉണ്ടാക്കി. അതിനകത്ത് തോമസ് ഇല്ല. അയാൾ അഴിച്ചിട്ടേച്ച് പോയ കുപ്പായം മാത്രമാണുള്ളത്. ഒരു ശരീരം അന്വേഷണത്തിന്. അന്വേഷണം ഒലക്കയുടെ മൂട്. ഇതൊക്കെ ഒരു തരം കളിയാ. ഇതിന്റെയൊക്കെ പിന്നിലാരാന്ന് എനിക്കറിയാം. വെറുതെ ഇവിടത്തില്ല ഒരുത്തനെ. ലത്തീഫേ, ചെല്ല്. ജോർജേ നീ വന്നേ. തോമസിന്റെ അപ്പനും അമ്മയ്ക്കില്ലാത്ത ദണ്ണം എന്തിനാടാ നിനക്ക്? ദണ്ണം ഉണ്ടോ? എനിക്ക് ഈ അന്വേഷണത്തിന്റെ കോപ്പിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാനിങ്ങ് മാറിക്കടോ. സൗകര്യടോ. എന്റെ തോമാച്ചൻ കൂടുതൽ നാടകം കളിക്കാത്ത സ്ഥലം ഇടാൻ നോക്ക്. ഇല്ലെങ്കിൽ താൻ എന്നാ ചെയ്യടോ? നിനക്ക് എന്നെ ശരിക്കും അറിഞ്ഞൂടാ. ആ പെട്ടി തിരിച്ചിറക്കുമ്പോ അതിന്റെ കൂടെ ചവിട്ടിക്കുട്ടി മണ്ണിട്ടമ്മട് മാറിക്കടാ. യെസ്, വി ഗോട്ട് ഇറ്റ്. ഒരു ബുള്ളറ്റ്. നോർമലി ഇങ്ങനെ സംഭവിക്കാറില്ല. ലങ്സിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പിയേഴ്സ് ചെയ്ത് കിടക്കായിരുന്നു. കിട്ടിയത് ബുള്ളറ്റ് തന്നെയാണല്ലോ അല്ലേ ഡോക്ടർ? അല്ലാതെ കടുകും ചീരവൊന്നും അല്ലല്ലോ. ഉടൻ തന്നെ ഇത് ലാബിലേക്ക് അയക്കണം. ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് ബുള്ളറ്റ്. ഇതൊരു കൺട്രി മെയ്ഡ് ഗണ്ണിന്റെ ബുള്ളറ്റ് ആവാനാണ് സാധ്യത. ഓഹോ. വേണ്ട വേണ്ട വേണ്ട, വരൂ വരൂ. എക്സ്റ്റിമേഷനിൽ എന്താണ് പുതുതായി കണ്ടെത്താൻ കഴിഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ലഭിച്ചിരിക്കുന്നത്. ബോഡിയിൽ നിന്നൊരു ബുള്ളറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേസന്വേഷണത്തെ ഏത് തരത്തിൽ സഹായിക്കും? അങ്ങനെ കേസ് അന്വേഷണത്തിന്റെ എല്ലാ വിവരവും ടി വിക്കാരോട് വിളിച്ചു പറയാൻ പറ്റില്ല. ആദ്യം ഈ ബുള്ളറ്റ് ഏത് തോക്കിൽ നിന്നാണ് വന്നതെന്ന് കണ്ടെത്തണം. അതൊരു നിർണായകമായ തെളിവായിരിക്കും. ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിൽ അത് കണ്ടെത്താൻ കഴിയാത്തത് വലിയൊരു വീഴ്ചയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ പോലീസുകാർ ചോദിച്ചോളാം, ടി വിക്കാർ ചോദിക്കണ്ട കേട്ടോ. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോളാം സാർ. നിർണായകമായ തെളിവുകൾ തന്നെയാണ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അന്വേഷണ ചുമതലയുള്ള SP രാംദാസ്. ഹലോ സാർ, സംഭവം 100% സക്സസ്. ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ദാസന്റെ മുഖത്തൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ. ആ പിന്നെ സാറേ, നമ്മുടെ ജോർജ് ഹോസ്പിന്റെ ഒരു ചവിട്ട് നാടകം ഉണ്ടായിരുന്നു. എന്താ പെർഫോമൻസ്! ആ, പുഞ്ചക്കാടൻ സാമ്രാജ്യത്തിന്റെ അടുത്ത കിരീടാവകാശമല്ലേ, നടക്കട്ടെ. പിന്നെ ലത്തീഫേ, ഏതായാലും ബുള്ളറ്റ് കിട്ടിയതുകൊണ്ട് നമുക്ക് ആ സംശയം ഉറപ്പിക്കാം. ചന്ദ്രബാബു, ഡോക്ടർ ചന്ദ്രബാബു. രഘുപ്രസാദ്, ഹലോ. ആരായത്? വായിരിക്കും. ഉഗ്രൻ സെറ്റപ്പ് ആണല്ലോ. ആ, റെനോവേഷന് ശേഷം താൻ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല. ഫുൾ ബിസി ആയിപ്പോ. താ ഫുൾ കച്ചവടക്കാരനായി. രഘു, നമ്മുടെ ഡോക്ടർ ചന്ദ്രബാബുവിന് മെർക്കാറയിൽ ഒരു ബംഗ്ലാവില്ലേ? ഉണ്ട്, വെരി ഓൾഡ് വൺ. ഇപ്പൊ സെയിലിന് വെച്ചിരിക്കുക. അറിഞ്ഞു, ഒരാളിന്റെ കയ്യിലുണ്ട്. ഒരാളെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, ടൂറിസം ലൈനാ. ഏതാ പാർട്ടി? അതൊക്കെ പിന്നെ പറയാം. എനിക്ക് എപ്പോഴായി പ്രോപ്പർട്ടി വിശദമായിട്ടൊന്ന് കാണാൻ കഴിയാം. കീ കയ്യിലുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഡോക്ടർ അങ്ങോട്ട് തിരിച്ചു നോക്കാറ് പോലും ഇല്ല. മുമ്പ് 2-3 പ്രാവശ്യം ഞാനും ഐപ്പും ടീമും പോയി അടിച്ചു പൊളിച്ചതാ. ഏതാ? അതെ, ഉഗ്രൻ ആംബിയൻസാ. എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? എപ്പോഴെങ്കിലും കാണാം. നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ ഞാനും വരാം. ഈ ആഴ്ചയില് നിന്നിരിക്കാൻ നേരമില്ല, അതുകൊണ്ടാ. അത് ലേറ്റ് ആയിപ്പോ. എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ വിട്ടോളാം. ഓക്കെ. പിന്നെ കാര്യം നടത്ത എങ്ങനെയാ കമ്മീഷന്റെ കാര്യം? അതൊക്കെ പതിവ് പോലെ, ഒരു മാറ്റവും ഇല്ല. ആ,
വാട്ട് യു വാണ്ട് സർ? വാട്ട് ഹെൽപ്പ് സർ? മലയാളിയാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഇംഗ്ലീഷ് കേട്ടപ്പോ മനസ്സിലായി. അയ്യേ, ഛെ. ഈ ബില്ല് എടുത്താണോ? അതെ. കഴിഞ്ഞ മാസം 7-ാം തീയതി ഈ പരിസരത്തുകാരല്ലാത്തവരാരെങ്കിലും ഇവിടെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വന്നായിട്ട് ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഓർക്കാനാ സാറേ? എത്ര ആള് വന്നു പോകുന്ന കടയത്? ശരി. അല്ല, ഇത് ക്ലോസ് സർക്യൂട്ട് ടി വി അല്ലേ? അതെ സാർ. ഇതിന്റെ ബാക്കപ്പ് കിട്ടും? പിന്നെന്താ, 45 ദിവസം വരെ എടുക്കാൻ പറ്റും. എനിക്ക് ഈ മെയ് 7-ാം തീയതി ഫുൾ വീഡിയോ ഒന്ന് കോപ്പി ചെയ്ത് ഓ പ്ലീസ്. ഇപ്പൊ വരാം. സാറേ, ഇവിടെ വല്ലപ്പോഴൊക്കെ ഒരു ഹർത്താൽ വീണ് കിട്ടുന്നത്. കേരളത്തെ പോലെ അല്ല, അന്ന് ഹർത്താലായിരുന്നു. അതുകൊണ്ട് വൈകിട്ടാ തുറന്നത്. വലിയ കച്ചവടമൊന്നും ഇല്ലായിരുന്നു. താങ്ക് യു. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വീണ്ടും വരും. ഓക്കെ, ഐ ഹെൽപ്പ് യു. ഇംഗ്ലീഷ് ഇത്രയും വേണ്ട. വേണ്ട. നമസ്കാരം. നമസ്കാരം. കുറെ നമസ്കാരം ഞാൻ എയർലോട്ട് വിട്ടിട്ടുണ്ട്. ആവശ്യക്കാർ ആൻഡ്രി വെച്ച് പിടിച്ചെടുത്തു. മനസ്സിൽ കണ്ട പിക്ചറിനേക്കാളും ഉഗ്രൻ സൂപ്പർ ആംബിയൻസ്. ഉടനെ എനിക്കൊരു പാർട്ടി കൈ കൊടുക്കാൻ പറ്റും. വിലയിച്ചൊരു കൂട്ടി പിടിച്ചോണേ. 50-50. പിന്നെന്താ, അത് നമ്മൾ മോശം. ഈ ഡോക്ടർ കുറെ സമ്പാദിക്കുന്നുണ്ടാവൂല്ലേ? ഇഷ്ടം പോലെ. അനുഭവിക്കാനാണെങ്കിൽ ഒറ്റ എണ്ണം, ഒരു അരവട്ടൻ ചാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് നന്നായിട്ട് താങ്ങുന്നുണ്ടാവും അല്ലേ? കഞ്ഞി കുടിച്ച് പോകണ്ടേ ബാലേന്ദ്ര? കഞ്ഞി മാത്രം കുടിച്ചാ പോരല്ലോ, ഇതും കുടിക്കണ്ടേ? അപ്പൊ ശരി, കഴിക്കുന്നില്ല. കുറച്ച് തിരക്കുണ്ട് വീട്ടിൽ. അല്ല പോവാ? അല്ല, വരുവാ. സാറേ, ഞാനങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. 16 തവണയാണ് ഞാൻ തന്റെ മന്ത്രിമന്ദിരത്തോട്ട് ആഞ്ഞു വിളിച്ചത്. തന്റെ സെക്രട്ടറിക്ക് അവസാന ഫോണൊന്ന് എടുത്തു. താൻ ഉച്ചയുറക്കത്തിലാണെന്ന് പറയാ. അത് സാറേ, തന്റെ ഡിപ്പാർട്ട്മെന്റ് ഉറക്കത്തിലാണോ? എവിടെയോ എന്റെ മോനെ കുഴിച്ചിലേറ്റിയവൻ. 2 ആഴ്ചക്ക് കൊലത്താവുന്നായിരുന്നല്ലോ ആഭ്യന്തരമന്ത്രി മാരാരുടെ ഉറപ്പ്. സ്വന്തം മക്കള് പോയാലേ അപ്പന്റെ വേദന മനസ്സിലാവുന്നുണ്ടെങ്കിൽ തനിക്കുണ്ടല്ലോ ഒരെണ്ണം. ഞാനങ്ങ് തല്ലിക്കൊല്ലട്ടെ. അന്വേഷണത്തിന്റെ പുരോഗതി ഞാൻ സാറിനെ അറിയിക്കുന്നുണ്ടല്ലോ. എന്തോന്നു പുരോഗതി? ഒരു ഉണ്ട കിട്ടിയതോ? എടോ, ബൈ ഇലക്ഷൻ വരെ തന്റെ പോലീസിന്റെ പൊറാട്ട് നാടകം നീട്ടിക്കൊണ്ടു പോകാനാ പരിപാടിയെങ്കിലേ എന്റെ 4 പിള്ളേരാ തന്റെ മന്ത്രിസഭയുടെ തൂണ്. ഞാൻ അവരെ അങ്ങ് വലിക്കും. അയ്യോ വർക്കി സാറേ, അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ ഫോഴ്സ് മുഴുവൻ ഈ കേസിന്റെ പിന്നാലെ തന്നെയാ. തന്റെ ഒരു ഫോഴ്സ്? ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെടാൻ പോവാ. അയ്യോ സാറേ, തിടുക്കപ്പെടില്ലേ. ഞാൻ DGP ഒന്ന്. ഞാൻ 2 ആഴ്ചത്തെ സമയം തരും. അതിനുള്ളിൽ കുറ്റവാളി എന്റെ മുമ്പിൽ എത്തിച്ചില്ലെങ്കിൽ മാരാരെ തന്നെ കൊണ്ട് ഞാൻ കൊട്ടിക്കും. സാർ, ഞാൻ ഒരു ഫോഴ്സിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയിട്ട് വന്നു നിൽക്കുന്നു. IPS ട്രെയിനിങ്ങിന് ഇൻവെസ്റ്റിഗേഷനോ ഗോൾഫ് കളിയോ എന്താ നിങ്ങൾ പഠിച്ചത്? വെറുതെ അല്ല ഒരു ക്രൈം നടന്നാൽ ഉടനെ CBI വിളിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അവർക്ക് തന്നെ പോലെയുള്ള സെൻസ്ലെസ് ഓഫീസർമാരിൽ വിശ്വാസമില്ല. ഈവൻ യുവർ സൈലൻസ് ഈസ് സസ്പീഷ്യസ്. ഐ സ്ട്രോങ്ലി ബിലീവ് യു ഹാവ് സം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് കേസ്. എന്താ തൊപ്പി ഒരു വെച്ച് ഇറങ്ങിപ്പോവാൻ സമയമായോ രാംദാസ്? സർ, കേസ് അന്വേഷണം എന്ന് പറയുന്നത് സത്യം തേടിയുള്ളൊരു വിശുദ്ധ യാത്രയാണെന്നാണ് IPS ട്രെയിനിങ്ങിൽ ഞാൻ പഠിച്ചത്. ഈ കേസിലും ഞാൻ സത്യത്തെ തന്നെയാണ് പിന്തുടർന്നത്. അതിനിടയിൽ പലതും മറച്ചു വെച്ചിട്ടുണ്ട്, തെറ്റായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. മീഡിയാസിനെ ഭയന്ന്, രാഷ്ട്രീയക്കാരെ ഭയന്ന്, ജനങ്ങളെ ഭയന്ന് പലപ്പോഴും നിസ്സഹായത അഭിനയിച്ചിട്ടുണ്ട്. And what is the result? എല്ലാറ്റിനുമുള്ള ഉത്തരം ഈ ഫയലിലുണ്ട് സർ. എന്താ? പുഞ്ചക്കാടൻ വധം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ SP T രാംദാസ് DGP മുമ്പാകെ സമർപ്പിക്കുന്ന ഫയൽ. ഈ ഫയൽ പറയും കൊലയാളിയായിരുന്നു, വിത്ത് ഓൾ എവിഡൻസസ് ഇൻ ഡീറ്റെയിൽ.
വാട്ട്? എന്താണ് സാറി മോട്ടീവ്? പോകാം. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലക്കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയൊക്കെ ആഘോഷം വേണം. ഇതിപ്പോ നല്ല കളറൊക്കെ ഉണ്ട്, മീഡിയ ഹിറ്റാക്കണം. നന്നായി. സുഹൃത്തല്ല, ഒരു ഇക്കാക്കയായിരുന്നു. എന്തിനും ഏതിനും ബാലചന്ദ്രൻ സാറിനെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാ ഞാൻ. എന്നെ തന്നെ പൊട്ടം കളിപ്പിച്ചല്ലോ, ചതിച്ചു കളഞ്ഞല്ലോ സാറേ. ഓട്ടടോ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ആദ്യം പറ്റിക്കുക. അതുപോട്ടെ, ആരാ എനിക്ക് ഹാൻഡ് കഫ് ചെയ്യുന്നത്? കയ്യാമോ? ലത്തീഫോ? അണ്ണനോ? ബാലൻ കുതിറി ഓടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെന്തിനാ? തോമസ് പുഞ്ചക്കാടന്റെ അപ്പനാ ഞാൻ. അവനെ കുരിശിലേറ്റേച്ച് ഒരു ജീവപര്യന്തം വാങ്ങി സുഖിക്കാമെന്ന് നീ കരുതണ്ട. എന്റെ മോനെ നീ പ്ലീസ് പ്ലീസ്. മക്കളെ വളർത്തുമ്പോ ശ്രദ്ധയോടെ വളർത്തണം, ഇല്ലെങ്കിൽ വളർത്തുദോഷം ഉണ്ടാവും. ഒരു അച്ഛന്റെ ഏറ്റവും വലിയ കർമ്മദോഷമോ പുഞ്ചക്കാടാ അത്. നീ എടുത്തത് എന്റെ ജീവനാ. നിന്റെ ശിക്ഷ വിധിക്കാൻ പോകുന്നത് പുഞ്ചക്കാടൻ കോടതിയില്ല. ആ കോടതിക്ക് സമയവും കാലവും ഒന്നുമില്ല. വിധിച്ചു കഴിഞ്ഞു ശിക്ഷ. തല്ലി കൊല്ലടായവനെ. പിഴച്ചുപോയ സകല പുന്നാര മക്കളുടെ നെഞ്ചത്തേക്കാണ് ഞാനിപ്പോ ചവിട്ടിയത്. ഇനിയൊരു ചവിട്ടി നീ താങ്ങില്ല ജോർജെ. ബാലേന്ദ്രന്റെ വാക്കിനും ചവിട്ടിനും ഇത്തിരി കനം കൂടുതലാണ്.
ലോകത്തിൻ ഘടികാരത്തിൽ സമയത്തിൻ മുന്നിലോടി ജന്മം വെല്ലാം പതിവായോരോ വിഴിയിൽ നിന്നും പകലോ ദേവൻ ശരങ്ങൾ തീരാതയ്യാം മോഹങ്ങൾ തീരത്തിൽ നാം ഒന്നായി ചെന്നു ചേർന്നിടാം ദുഃഖങ്ങൾ മറഞ്ഞ വഴിയെ നേരിട്ട് തന്ത്രി വീട്ടിപ്പാടാം നേരം ആകാശച്ചില്ലിൽ മുത്തണ്ടേ ആഘോഷച്ചില്ലിൽ നിന്നണ്ടേ സുഖത്തിൻ ദൂരം മാറ്റും നാളേക്കായിട്ടൊന്നായി ഇന്നും ചാരത്തിൽ നിന്നുയരാ അക്ഷങ്ങൾ 3, 2, 1 എന്ന പിന്നോട്ടെണ്ണി ഉന്നത്തിൽ ചെന്നണയാ കൈത്തുമ്പത്തിൽ നീലോകം ചുറ്റുന്നില്ലേ നട്ടിന്റെ കാണപ്പോലും കാണുന്നില്ലേ സ്നേഹത്തിൻ സന്ദേശങ്ങൾ മിന്നൽ പോലെ മണ്ണിൽ നീളയായൂരി ചങ്കുണർന്നു പാടിപ്പോയിടാ ലൈഫ് ഈസ് ലൈഫ്, ഫൺ ഈസ് ഫൺ. ജീവിതത്തെ ഫണ്ണാക്കരുത്, ജീവിതത്തെ ഫണ്ണിയാക്കരുത്. അനുഭവം കൊണ്ട് പറയുക. ഓക്കെ, സർ, ഐ എം രാഹുൽ ശ്യാം. രക്ഷകനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അവന്മാര് ഞങ്ങളെ പഞ്ഞി കിട്ടാൻ. താങ്ക്സ്. ആരാ അവര്? അറിയില്ല, ഈ പബ്ബിൽ അവരെ ആദ്യമായിട്ട് കാണാ. നേരം കളയാണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. സാറിന്റെ പേര്? ബാലചന്ദ്രൻ. സാർ എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യാമെന്നുള്ള കരാർ ഒപ്പിട്ടിട്ടായി ഈ ഭൂമിയിലേക്ക് വന്നു. ഇപ്പൊ ആ ഭൂമി പാർട്ടായിട്ട് മുറിച്ചു വെക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എന്താ നല്ല പണിയല്ലേ? പിന്നെ അപ്പൊ പരിചയത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങാനോ കൊടുക്കാനോ ഉണ്ടെങ്കിൽ അറിയിക്കുക. കല്ലല്ല, ഭൂമി. സർ, can we have your number? പിന്നെന്താ, 95949966. ലീവ് മൈ മെസ്സേജ്. ഓക്കെ സർ. എന്തായാലും ഒരു ദിവസം ഞങ്ങളുടെ കൂടെ കൂടണം. ഞങ്ങളുടെ വക ഒരു ട്രീറ്റ്. നോ പറയരുത്. നോക്കാം. എനിവേസ്, കീപ് ഇൻ ടച്ച്. താങ്ക് യു സർ. ബൈ സർ. ഹി ഈസ് എ റിയൽ ഹീറോ. ഹലോ, രാഹുൽ പറയൂ. ഇന്ന് ഫ്രീ ആണോ? ടോട്ടലി ഫ്രീ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇന്ന് അടിച്ചു പൊളിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക. ഒരു ഗെറ്റ് ടുഗദർ. സാറ് വരുമോ? എവിടെ വെച്ചാ? എന്റെ വീട്ടില്. വീട്ടിലോ? ഡാഡി മമ്മി വീട്ടിലില്ലേ, വിളയാട യാരുമില്ലേ. ഇവിടെ കൂടാ.
പറയാൻ മക്കളായ എങ്ങനെ രാഹുലിന്റെ വീട്ടിലിരുന്ന് പഠിക്കുക. ഞാൻ പൊത്താ അതെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഫൈനില്ലാണ്ട് ബില്ലടിക്കേണ്ട അവസാനത്തെ ദിവസാ. അതുവരെ ഒരു സൈക്കിൾ ബാലൻസ് നടക്കുന്നുണ്ട്. അവിടുന്ന് റിക്കാർഡിച്ച ശബ്ദ സത്യോ മറ്റോ നമ്മളെ അച്ഛനാണ് സത്യം. ഓനെപ്പോ നോക്കിയാലും പഠിത്ത നല്ല പഠിത്തം ഉണ്ട്. ഓനങ്ങനെയൊന്നുമില്ല. ഓൻ ഇടക്കിടക്ക് എന്തെങ്കിലും കുടിച്ചാ മതി. ശ്രദ്ധിക്കുന്നില്ലാണോ? ഞാനോ? എനിക്ക് പിന്നെ ഇവിടെ എന്താ പണി? കൊതിയാവും ഓന്റെ ചില നേരത്തെ കളിയൊക്കെ കാണുമ്പോ. പിന്നെ ചേച്ചി കുറച്ച് യൂറോ കൊണ്ട് അയക്കണം. അത് രാഹുലിന് ഭയങ്കര ഇഷ്ടാ. ഈ മാസം തന്നെ പെട്രോളിന് 20 ഉറുപ്പ്യ കൂടിയത്. ശരി, ഈ രാഹുലിനോണ്ട് ഈ കേരളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. രാവിലെ രാവിലെ എടാ നിന്റെ മമ്മി പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, വേണ്ടെന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിൽ ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണല്ലോ. പക്ഷെ പരിപാടി ഇന്നത്തോളം നിർത്തിക്കോളും. ഇല്ലെങ്കിൽ നാളെ മതി. അല്ല നിർത്തണ്ട. തുടങ്ങി ഇനിയൊരു ഹിറ്റ് മതി. ഹായ് ബലേട്ടാ, വെൽക്കം ഹോം. ഓ എത്തി തുടങ്ങി. ഞാൻ വരുന്നതിന് മുമ്പ് തുടങ്ങി. കുറേശ്ശെ. ഹലോ, ഐ ആം. ഇതെന്റെ മാമൻ. പുള്ളിക്ക് 2 ആദ്യം പിന്നെ പേര് മറന്നു പോകും. മാമൻ എന്ത് ചെയ്യുന്നു? ഇവന്റെ മാമൻ എന്ന ജോലിയേക്കാൾ വലിയ ജോലി എന്താ? അതെനിക്കൊരു സംശയം. മാഷ് ഇപ്പൊ പാന്റ് ഇട്ടത് ചന്തിക്ക് മുകളിലാണോ അതോ താഴെയാണോ? ചന്തിക്ക് മുകളിൽ. ഈ മുടി ഇങ്ങനെ മുള്ളപ്പന്നിയെ പോലെ ഈ ഊക്കാച്ചി താടി. നോ 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 നോ. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ പറ്റിയതാ. അല്ലെങ്കിൽ നിങ്ങളെ കണ്ട ഒരു തറവാട്ട് പറഞ്ഞ ലുക്ക് ഉണ്ടെന്ന്. കുറവാണ്. ഏയ് ഒരിക്കലും അല്ല. ഇവന്റെ കൂടെ മനുഷ്യക്കോലുള്ള ഒരാൾ ആദ്യമായിട്ട് കാണുക, അതുകൊണ്ടാ. അപ്പൊ ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് ഫ്രണ്ട്സ് ജൽസ ശ്രേയ. അപ്പൊ തുടങ്ങാം. ടു സ്റ്റാർട്ട് വിത്ത് യുവർ ചോയ്സ്. നോ, യുവർ ചോയ്സ് ബാലേട്ടാ. എന്താ ഇത്, ബാറോ? ഇവന്റെ പപ്പയുടെ കളക്ഷനാ. ഇവന് പക്ഷെ ജലപാനത്തെക്കാൾ പ്രിയം മറ്റവനോടാ. ഐ ലൈക്ക് വൈൽഡ് ട്രിപ്സ്. ഞാനും അതെ. എന്നാ ഇതായിക്കോട്ടെ. പപ്പ പാരീസിൽ പോയിട്ടിരുമ്പോ കൊണ്ടുവന്നതാ. ആബ്സെന്റി. റോങ്. ആബ്സെന്റേ. ബാലേട്ടന് ഇരിക്കേ. ഫ്രഞ്ച് വേംവുഡിന്റെ വാറ്റ്. സോ മെനി മിത്സ് അറൗണ്ട് ദിസ് ആൽക്കഹോൾ. വാൻഗോഗ് ചെവി മുറിക്കുമ്പോ ഇവനായിരുന്നു അകത്ത്. ടൈറ്റാനിക് കപ്പൽ മുങ്ങുമ്പോ ക്യാപ്റ്റന്റെ ഉള്ളിൽ ഇവൻ തന്നെ. ചിലയിടങ്ങളിൽ പേര് ഗ്രീൻ ഫെയറി, ഹരിത യക്ഷി. എല്ലാം പഠിച്ചു വെച്ചിരിക്കാനല്ലേ? ലൈസൻസ് കിട്ടാറായിട്ടില്ല. ഓൺലൈൻ എൻസൈക്ലോപീഡിയ. ഇവൻ അറിയാത്തായിട്ട് ഒന്നുമില്ല. ഇനിയിപ്പൊ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു. അല്ല, ഇതുവരെ ഫില്ല് ചെയ്തില്ലേ? അതിനാ പോയത്. പക്ഷെ വഴിയെറ്റി പോയി. സ്ഥലം കാണാൻ പറ്റിയില്ല. പക്ഷെ ഒരു ഗുണുണ്ടായി. എനിക്കിന്റെ പേര് ഓർമ്മ വന്നു. രാധാകൃഷ്ണൻ കുഞ്ഞികൃഷ്ണൻ. അറിയില്ല? അതാ പേര്. അപ്പൊ ഞാൻ ഫില്ല് ചെയ്തിട്ട് വരാം. സാറിന് നോക്കണം. നമ്മളെ ഗസ്റ്റ് ആട്ടാ. നന്നായി പോറ്റണം. ഇത് പീറ്റർ, ഞങ്ങളുടെ ഫ്രണ്ട്. ഗാർഡനിങ് ആണ് ജോലി. പക്ഷെ അതൊഴികെ ബാക്കി എല്ലാം അറിയാം. അസല് കുക്കാള്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വീട് എവിടെയാ? ബംഗ്ലാദേശ് കോളനിയില്. കുക്കിംഗ് ഒക്കെ കളിക്കുന്നുണ്ട്. ഇയാളെ കുറച്ച് ദിവസം കിട്ടുമോ നമുക്ക്? നോ നോ നോ. പീറ്ററെ ബാക്കിയൂടെ പോരട്ടെ. എന്റെ കുറച്ച് പെർഫോമൻസ് ഫോട്ടോസോ. ആരായി നാലാമൻ? ഇത് ചന്തു, കിടിലൻ കക്ഷിയാ. ഓ, എന്നിട്ട് ആളെവിടെ വരുവോ? നോ, സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. പീറ്റർ ഒഴികെ 3 പേരും ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. അത് കൊള്ളാം. ബാലട്ടൻ ഫേസ്ബുക്കിലുണ്ടോ? അതൊക്കെ നിങ്ങൾ കുട്ടികൾക്കുള്ളതല്ലേ. നമുക്ക് എവിടെ ഇതിനൊക്കെ നേരം? You're absolutely wrong. It's another world. A world with no limitations. What happened, ബാലട്ടാ? ആബ്സിന്റെ കുഴപ്പമുണ്ടാക്കിയോ?
ഏയ് വെള്ളം ഒഴിക്കാതെ നമുക്കിനി ഒരു പാട്ട് കേൾക്കാം. Sure. Oh, sure. പത്രങ്ങളും ചാനലുകളും ഒക്കെ ഭ്രാന്ത് പിടിച്ച പോലെ കിടന്ന് അലറുക. പുഞ്ചക്കാടൻ വധം അന്വേഷിക്കുന്ന ടീമിന്റെ കഴിവുകേട്, അനാസ്ഥ, ഗവൺമെന്റിൽ നിന്നുള്ള പ്രഷർ വേറെ, DGPയുടെ ഫയറിംഗിന്റെ ഒക്കെ ഭാഷ മാറിക്കൊണ്ടിരിക്കുക. എനിവേ, എല്ലാവർക്കും നമ്മൾ ഒരു മറുപടി നൽകാൻ പോകും. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റ് നാളെ നടക്കും. ഓപ്പറേഷൻസ് വിൽ ബി ഡെഡ്ലി സീക്രട്ട്. മീഡിയ അറിയാനേ പാടില്ല. സോ എവരിബഡി ഷുഡ് ഗെറ്റ് റെഡി ബൈ മോർണിംഗ് ഷാർപ്പ് 7:30. ഓക്കെ, ഗുഡ് നൈറ്റ്. അലിക്കോയല്ലേ ഇവിടെ? ഉപ്പകത്തുണ്ട്. എന്തേനോ വിളിക്കാനു? ഉപ്പ പനിച്ചെടുക്കുക. ആ മരുന്ന് ഞങ്ങൾ കൊടുത്തോളാം. വിളിക്ക്. ഈ ബേജാറാവാണ്ടിരിക്കെ. പോലീസല്ലേ, പോലീസ് തെളിവിന് വരെ ചോദിച്ചോണ്ടിരിക്കും. ഓല് വിളിക്കുമ്പോ നമ്മള് പോവുകയും വേണം. അതിനിപ്പോ നമ്മൾ ചത്ത് എടുക്കുകയാണെങ്കിലും ശരി. എന്താണ് എഴുന്നള്ളാനൊരു താമസം? ഇങ്ങോട്ട് ഇറങ്ങി വാ. തീരെ സുഖല്ല സാർ, നല്ല പനിയാ. എനിക്കും അതെ, കുറച്ച് ദിവസമായിട്ട് നല്ല പനിയാ. തൽക്കാലം വണ്ടി കയറി. വണ്ടി കയറും. എന്താ സാറേ കാര്യം? പൊളിയാടി പോലെ എന്താ കാര്യം? നടക്കണോ? വരട്ടാ, വണ്ടി എടുക്കണോ? അയാളെങ്ങർക്ക് സർ ഇറങ്ങടോ, ഇറങ്ങാൻ. സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അതൊക്കെ അറിഞ്ഞില്ലേ? മീശപര്യൻ ഏഡൻശീലമാരുടെ കാലം കഴിഞ്ഞു. എന്നിട്ടും 60 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനെ കഷ്ടം. നീയെങ്കിലും ഒന്ന് വിശ്വസിക്കണ്ട ബാല, അതൊരു കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. അയാൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ നമ്മുടെ പോലീസല്ലേ, എനിക്കറിയാത്തൊന്നുമല്ലല്ലോ. മിടുക്കന്മാരാ. അവരുടെ കയ്യിൽ ആത്മഹത്യ കൊലപാതകമാവും, കൊലപാതകം ആത്മഹത്യയാവും. സത്യമാടോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വളരെ വ്യക്തമായിട്ട്. ഡോക്ടർ ചന്ദ്രബാബുവിന്റെ റിപ്പോർട്ടല്ലേ? അതെ, ഞാൻ വിശ്വസിച്ചു. ചേട്ടാ വിശ്വസിച്ചേ പറ്റൂ. ഒരാഴ്ച മുമ്പ് ഞാൻ അയാളെ ചോദ്യം ചെയ്താന്നേ. ഐ തിങ്ക് ഹീസ് ജെനുവിൻ. അയാളുടെ ഹിസ്റ്ററി വളരെ ക്ലീൻ ആണ്. പിന്നെ ഈ പുഞ്ചക്കടന്മാരുടെ വലിയ കളികളിലൊന്നും അയാൾക്ക് ഒരു പങ്കുമില്ല. എന്റെ എന്തിനായിരുന്നു തിടുക്കപ്പെട്ട അറസ്റ്റ്? മിസ്റ്റേക്ക്, ടോട്ടൽ മിസ്റ്റേക്ക്. മെയ് 6-ാം തീയതി പുഞ്ചക്കാടൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അതിനുശേഷം അവിടെ നിന്ന് പോയ ഒരു വണ്ടിയിലും പുഞ്ചക്കാടനില്ല. അയാൾ പിന്നെ എവിടെ പോയി? ആവിയായി പോയോ? ഇതറിയാൻ ഞാൻ ഈ ആലിക്കോയെ അല്ലാതെ വേറെ ആരത്തോടും? നീ പറ. ശരിയാ, എന്നാലും അതൊരു കാലന്റെ തൊടലായിപ്പോയി. ഒരു ജീവനല്ലേ പോയത്, ആരുടെ ആയിക്കോട്ടെ. ഇനിയിപ്പോ 2 ആഴ്ചത്തെ സമയമേ ഉള്ളൂ. അതിനുള്ളിൽ ഫയൽ DGPയുടെ മേശപ്പുറത്ത് വെക്കണമെന്നാണ് പറയുന്നത്. ഓർഡറാ. നടക്കും. പഴയ ശൗര്യത്തോടുകൂടി ഒന്നുകൂടി മുറുക്കി പിടിച്ചാൽ മതി. ഞാനുണ്ട്. ഹലോ. ഹലോ സർ, ഇറ്റ്സ് മീ രാഹുൽ. ഞാൻ 2-3 തവണ ട്രൈ ചെയ്യുന്നു. കുറച്ച് തിരക്കിലായിപ്പോയി. എന്താ രാഹുല ഈ നേരത്ത്? നത്തിങ്, ഉറക്കം വന്നില്ല. അപ്പോ വിചാരിച്ചു സാറിനൊന്ന് വിളിക്കാന്ന്. ഡിസ്റ്റർബൻസ് ആയോ? ഹേയ് നെവർ.
സത്യത്തിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഒരു ട്രിപ്പ് ഉണ്ട്, വരുന്നോ? ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോരാ. ഞാൻ എപ്പോഴേ റെഡി. ശ്യാമിന്റെ കാര്യ എന്തെങ്കിലും പറഞ്ഞ അവന് ഞാൻ ചാടിച്ചോളാം. ചന്തുനെ കൂടി വിളിക്കാം അല്ലേ? നമ്മുടെ പീറ്ററും വേണം, കുക്ക്. ഡൺ. ഗുഡ് നൈറ്റ്. ചങ്ങാതി പടയും പട കൊണ്ടാടുന്നൊരു പാട്ടും അഞ്ഞായി കടലും തിര കണ്ടോടുന്നൊരു കാറ്റും താനോടണ താനോടണ താനം നെയ്യാ കൂട്ടാകണ കൂത്താടണ പായും വഴിയേ പടിഞ്ഞാറേ മാനം കാഞ്ഞത് കാണാൻ കൂടുന്നോ ഇടയാറേ ഈണം തീർത്തത് പാടാൻ കൂടുന്നോ ചങ്ങാതി പടയും പട കൊണ്ടാടുന്നൊരു പാട്ടും അഞ്ഞായി കടലും തിര കണ്ടോടുന്നൊരു കാറ്റും താണോടുണ് താണോടുണ് താനം നെയ്യാൻ കൂട്ടാകണ കൂത്താടണ പായും വഴിയേ പടിഞ്ഞാറേ മാനം കാഞ്ഞത് കാണാൻ കൂടുന്നോ ഇടയാറേ ഈണം തീർത്തത് പാടാൻ കൂടുന്നോ വേറൊരു വഴി വേറിട്ടൊരു വഴി വിളങ്ങിയോ മുഖാമുഖം കാണേ ചേരാ ചിരിയുടെ ഛായ മുഖപടം അരങ്ങിനായൊരുങ്ങി താഴെ ഓരോരുത്തരു നിര ഓമൽ കരയുടെ നെയ്തലോടവേ പടിഞ്ഞാറേ വാനം കാഞ്ഞത് കാണാൻ കൂടുന്നോ ഇടയാറേ ഈണം തീർത്തത് പാടാൻ കൂടുന്നോ ആടിത്തെളിയുക ഇടങ്ങളിൽ തിളങ്ങുവാൻ കളി തീരാ തിരുവിഴ താഴാ തിരിനിര തരംഗമായി പടർന്ന നേരം ഏതോ ജാലം പോലെ കാണും കാര്യം നേരായാലോ ജനകൾ നിറവാരുനിര കാവൽ പൂനിര കാതിലോതിടാം പടിഞ്ഞാറേ വാനം കാഞ്ഞത് കാണാൻ കൂടുന്നോ ഇടയാറേ ഈണം തീർത്തത് പാടാൻ കൂടുന്നോ ചങ്ങാതി പടയും പട കൊണ്ടാടുന്നൊരു പാട്ടും അന്നായി കടലും തിര കണ്ടോടുന്നൊരു കാറ്റും താനോടണ താനോടണ താനം നെയ്യാൻ കൂട്ടാകണ കൂട്ടാകണ പായും വഴിയേ പടിഞ്ഞാറേ വാനം കാഞ്ഞത് കാണാൻ കൂടുന്നോ ഇടയാറേ ഈണം തീർത്തത് പാടാൻ കൂടുന്നോ പീറ്റർ, എല്ലാരും ഒന്ന് വിളിച്ചെഴുന്നേപ്പിക്ക്. രാഹുലെ ശ്യാമേ എനിക്ക് ആഹാ ഇതേതാ സ്ഥലം? ഇവിടെ എന്തിനാ വന്നത്? ഇത് നമ്മളുടെ പ്ലാനിലില്ലാത്ത സ്ഥലമല്ലേ? പ്ലാനൊക്കെ വിട്, സ്ഥലം എങ്ങനെയാണെന്ന് പറ. 200 കൊല്ലത്തെ പഴക്കം. നമ്മൾ ആട്ടി ഓടിച്ച സായിപ്പന്മാരുടെ കരവിരുതാ. ഇങ്ങനെ ഒരു സർപ്രൈസ് കരുതി വെച്ചിട്ടായിരുന്നല്ലേ പാട്ടും കൂച്ചും. താങ്ക് യു ബാലട്ടാ ഫോർ ദിസ് സർപ്രൈസ്. എല്ലാ സർപ്രൈസിലും ഒരു സസ്പെൻസ് ഉണ്ട്. അതാണ് അതിന്റെ ത്രില്ല്. പിന്നെ ത്രില്ലറാവും. പെട്ടിയൊക്കെ എടുത്ത് വെക്ക്. ഇനി 2 ദിവസത്തേക്ക് ഇതാണ് നമ്മുടെ സാമ്രാജ്യം. ഈ സ്ഥലം ഏതാന്ന് പറ ബാലേട്ടാ. ഇതൊക്കെ നമ്മുടെ സ്ഥലടാ. എന്ന് വെച്ചാ ബാലേട്ടന്റെ നിനക്ക് വേണേ നീ എടുത്തു. ശരിക്കും പറ ബാലേട്ടാ, എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ ആദ്യം ഇവിടെ വരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ഈ വീടുമായിട്ട് അങ്ങ് ലവ് ആയി. പക്ഷെ മോഹവിലയാ, എന്നാലും മടിച്ചില്ല, വാങ്ങിച്ചു. വാവ്, ബാലേട്ടന്റെ സൗന്ദര്യബോധം സമ്മതിച്ചു. യു ആർ ഗ്രേറ്റ്. എല്ലാ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഗെറ്റ് ഫ്രഷ് വെരി സൂൺ. ഫാസ്റ്റ് 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 വേഗം പണി. ഓക്കേ. പീറ്ററെ, ഭക്ഷണത്തിന് മുമ്പ് എനിക്ക് പ്രാർത്ഥനയൊന്നുമില്ലല്ലോ? ഇല്ല സാർ, അങ്ങനൊന്നുമില്ല.
പീറ്റർ ക്രിസ്മസിന് പള്ളി പോവില്ല പിന്നെ സായപ്പന്മാർക്ക് ഭക്ഷണം ഒരു അനുഷ്ഠാനം പോലെ. സിനിമയിലെ കണ്ടിട്ടില്ലേ, തീൻമേശയ്ക്ക് നല്ല വിഷ്വൽ ബ്യൂട്ടിയാ. ശ്യാമിന് ഈ സ്ഥലം അറിയില്ലേ? അല്ല, അറിയണമല്ലോ. എൻസൈക്ലോപീഡിയ ഈസ് ഈക്വൽ ടു നിന്റെ തലേന്നാണല്ലോ. ഏയ് അറിയില്ല. ഇതൊക്കെ ബാലറ്റിനെ പോലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സിന്റെ ഏരിയ അല്ലേ? അത് ശരിയാ, എന്നാലും ഒന്ന് ഓർത്ത് നോക്ക്. എനിക്കറിയില്ല. ഇല്ലെങ്കിൽ വേണ്ട. എന്റെ പേടി അതല്ല, വല്ല പ്രേതവും ഭൂതവും ഉണ്ടാവുമെന്നാ. സാർ ഇത് വില കൊടുത്ത് വാങ്ങണ്ടായിരുന്നു. ഒരു പ്രേതം ഉണ്ടാവുമെന്ന് എനിക്ക് ഏതായാലും ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അതേത് പ്രേതം? നിങ്ങൾക്കറിയാം, തോമസ് പുഞ്ചക്കാട്. അതെങ്ങനെ ഇവിടെ വരും? അതങ്ങ് ബീച്ചിലല്ലേ? മരിച്ചോടത്താണ് മക്കളെ പ്രേതങ്ങൾ വസിക്കുന്നത്. കൊന്നവർക്കതറിയില്ലേ? Your fucking drama ends now. അങ്ങ് എന്താണ് ഞങ്ങളെ പറ്റി കരുതിയത്? മൂലകുടി മാറാത്ത പൈതങ്ങളാണെന്ന് കരുതിക്കുട്ടി ഒരു തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കിയ ആൺകുട്ടികളാണോ ഞങ്ങള്? തന്നെ പോലെ ഒരു കള്ള പോലീസുകാരന്റെ ഇന്റൻഷൻ തിരിച്ചറിയാൻ ഈ തലയ്ക്ക് ഒരു പ്രയാസമില്ല. വിത്തിൻ സെക്കൻഡ്സ് ആണോ തന്നെ ഞങ്ങൾ ഡീകോഡ് ചെയ്തത്. ഈ ട്രിപ്പോടെ എല്ലാത്തിനും ഒരു എൻഡ്. തന്നെ പോലെ ഞങ്ങളും അത് തന്നെ ആഗ്രഹിച്ചത്. തന്റെ ഡിസിഷൻ ശരിയാ. ഇവിടെയാ സേഫ്. ഇവിടെയാവുമ്പോ തനിക്കും പുഞ്ചക്കാരനും ചെസ് കളിച്ചിരിക്കാം. ബുദ്ധി വികസിക്കും. പ്രേതങ്ങൾക്ക് തമ്മിൽ ശത്രുത ഇല്ലാന്നും കേട്ടിട്ടുണ്ട്. വി ഹാവ് നോ അതർ ഓപ്ഷൻസ്. യു ആർ ടു ഡേഞ്ചറസ്. രാഹുൽ, ശ്യാം, പീറ്റർ ആൻഡ് ചന്തു. തോമസ് പുഞ്ചക്കാടൻ എന്ന പൊളിറ്റിക്കൽ ഡോണിനെ സമർത്ഥമായി തട്ടിക്കൊണ്ടുവന്ന് ഇഞ്ചിഞ്ചായി കൊന്ന് കുരിശിലേറ്റിയ ട്രസ്റ്റഡ് ബ്രൈഡ്സ്, ബോൺ ക്രിമിനൽസ്. നോ, നോട്ട് ക്രിമിനൽസ്. വി ആർ ഓൺലി കമ്പാഷനേറ്റ് ഹ്യൂമൻ ബീയിങ്സ്. ഞങ്ങളെ ക്രിമിനൽസ് എന്ന് വിളിക്കരുത്. ക്രിമിനൽസ് അല്ലേ പിന്നെ നീയൊക്കെ ആരാടാ? സമാധാനത്തിന് ചെറുകം വീശു വന്ന മാലാഖ കുഞ്ഞുങ്ങളോ? പ്രൊഫഷണൽ കില്ലേഴ്സിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലായിരുന്നു നിന്റെയൊക്കെ പ്ലാൻഡ് ആക്ഷൻ. സോ ബ്രൂട്ടൽ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത പിശാചിന്റെ മക്കൾ. പക്ഷെ നീയൊന്നും ആയിരുന്നല്ല എന്റെ ടാർഗറ്റ്. അവനായിരുന്നു പുഞ്ചക്കാടന്റെ റൈറ്റ് ഹാൻഡ് ജോർജ് ജോസഫ്. അവനെ തേടി പോയപ്പോഴാ നിന്റെ തന്തയ്ക്ക് പുഞ്ചക്കാടൻ ഇഷ്ടദാനം കൊടുത്ത ഈ ബംഗ്ലാവ് ഇടയിൽ വന്ന് പെട്ടത്. ഇതിനൊരു കഥയുണ്ടാവുന്ന കരുതി ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ. അനുഭവിക്കാനാണെങ്കിൽ ഒറ്റ എണ്ണം, ഒരു അരവട്ടൻ ശ്യാം. ഹോട്ടൽ ബ്രോഡ്ബെയിനിലെ മ്യൂസിക് നൈറ്റിലെ നിങ്ങളുമായിട്ടുള്ള ഇഷ്യൂ, ഇറ്റ് വാസ് പ്ലാൻ. യു ആർ ആബ്സല്യൂട്ട്ലി റോങ്. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. തോമസ് പുഞ്ചക്കാരനെ കൊന്നത് ഞങ്ങളല്ല, ലക്ഷങ്ങളാ. ഓപ്പൺ ദി ഫേസ്ബുക്ക്, അപ്പ അറിയാം. അവസരം കിട്ടിയ ഇത്തരം ആന്റി സോഷ്യൽസിനെ ഇനിയും കൊല്ലും ഞങ്ങൾ. തോമസ് പുഞ്ചക്കാടനെയും അവന്റെ അപ്പൻ പുഞ്ചക്കാടനെയും ഞാൻ അറിഞ്ഞ പോലെ അറിഞ്ഞവരല്ല നിങ്ങൾ ആരും. അതിന്റെ റൂട്ടുകളിൽ അവനിൽ തുടങ്ങുകയോ അവനിൽ അവസാനിക്കുകയോ ചെയ്യുന്നില്ല. അവൻ പോയ മറ്റൊരു പുഞ്ചക്കാടൻ, അല്ലെങ്കിൽ ഒരു പുന്നക്കാടൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാടൻ. അവരെ നിയമവും ജനങ്ങളും ചേർന്ന് തച്ച് തകർക്കുകയാണ് വേണ്ടത്. ഇൻഡിവിജ്വൽ റിവെഞ്ച് ഒന്നിനും ഒരു പരിഹാരമല്ല. ചുണ്ടിൽ നിന്ന് അമ്മിഞ്ഞപ്പല്ല മണം മാറാത്ത നിങ്ങൾ ആയുധം എടുക്കുമ്പോൾ തകർന്നു പോകുന്നതും തളർന്നു വീഴുന്നതും ആരാണെന്നറിയോ? ഈ സിസ്റ്റവും സമൂഹമൊന്നും അല്ല. സ്നേഹവും കരുതലും തന്ന് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. നിർത്ത്. ഏത് ഭാഗ്യജന്മങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? മാസാമാസം ജർമ്മനിയിൽ നിന്ന് വന്ന ഡ്രാഫ്റ്റും ഒരു ഫോൺ കോളും, അതാ എനിക്ക് പാരന്റ്സ്. വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക്, കൂട്ടിനൊരു പട്ടിയും. മമ്മയ്ക്ക് അവരുടെ ഡോബർമാനോടാ ഈ മോനേക്കാൾ ഇഷ്ടം. നിങ്ങളെക്കാളും വലിയ പോലീസാ ഡോക്ടർ എന്റെ അച്ഛൻ.
ക്രൂരനായ ഇൻവെസ്റ്റിഗേറ്റീവ്, കുറ്റം മാത്രം കാണുന്ന ശിക്ഷിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഡയറ്റി ഡെവിൾ. ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട. ഐ നീഡ് ആൻസേഴ്സ് ഫ്രം യു. നോ 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 നോ. I asked you a simple bloody question and I need a simple bloody answer from you. Okay? Yeah, that's right. Stop it, I say. Huh? Shit. അമ്മേ, അമ്മേ. Bloody bitch! What the hell do you think you're doing? Is that cleanliness? Do you call that hygiene, huh? Huh? I'll fucking kill you, you bitch! Fuck you! I hate him. എങ്ങനെയും കുറച്ച് പണം സമ്പാദിക്കുക, അത് മാത്രം അയാളുടെ ലക്ഷ്യം. അതിനയാൾ എന്തു ചെയ്യും? പകയാ, വെറുപ്പാ എനിക്ക് എല്ലാത്തിനോടും. ഒരാളെ കൊന്ന് കെട്ടിത്തൂക്കിട്ടാണോടാ ജീവിതത്തിനോട് പങ്കു നിൽക്കുന്നത്? ഇവരൊന്നും അല്ല സാർ പുഞ്ചക്കാടനെ കൊന്നത്, ഞാനാ. എന്തിനാ എന്തിനാ? എന്റെ കൊച്ചു പെങ്ങളെ ഈസ, അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. അവളുടെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും എല്ലാം ഞാനായിരുന്നു. എന്റെ മാത്രം തെറ്റ്. അവളുടെ വാശിക്ക് വഴങ്ങിയ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ അവളെ സമ്മതിച്ചു. എന്താ എന്താ അലിക്ക? ഇസമോൾ സ്കൂൾ വിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്റെ ഈസ അവളോടെ പോയി. കർത്താവേ, എന്റെ ഈസ. പീറ്ററെ, പോയല്ലോ മോനെ, പോയി. പീറ്ററെ,
അടുത്ത് വാ. ചേട്ടായി എന്താ മോളെ? ഈസ ചത്തതല്ല, ഓളെ കൊന്നതാ. ഉപ്പൂപ്പ ഉമ്മാനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ആരോടെങ്കിലും പറഞ്ഞാല് നമ്മളെല്ലാരും ഒരു കൊല്ലൂന്നാ പറഞ്ഞത്. എന്നാണ് അങ്ങനെ മയത്ത് ഒരു കേറിട്ട് ഈ ആദ്യം പുഴയിലേക്ക് എത്തി. വേണ്ട, ആരാ അത് മാത്രം പറ. തോമസ് പുഞ്ചക്കാടൻ. കേസ് ഒതുക്കി തീർക്കാൻ റിപ്പോർട്ട് മാറ്റി എഴുതാനും പോലീസ് ഡോക്ടർ ചന്ദ്രബാബുവിന് മർക്കാരയിലെ എസ്റ്റേറ്റും ബംഗ്ലാവും മറ്റുള്ളവർക്ക് പണം. ജോർജ് ജോസഫ് അതൊക്കെ കൊടുത്തത്. അന്ന് ഒരു വണ്ടി ഓടിച്ചിരുന്നത് ഞാനാ. ഇതറിഞ്ഞിട്ടും നിങ്ങൾ എന്നോട് ഓരോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10-35 കൊല്ലായിട്ട് എനിക്കറിയില്ല ഓരെ. ഇതെന്നോട് പറയാൻ പറ്റാണ്ട് വീർപ്പുമുട്ടായിരുന്നു പീറ്ററെ ഞാൻ. എൻ്റെ മുഖം കാണുമ്പോഴെല്ലാം ഇന്ന് ഉള്ളു പടക്കായിരുന്നു. എന്നോട് പൊറുക്കണം പോലെ. തോമസ് പുഞ്ചക്കാടന്റെ ഓരോ നീക്കവും ഞങ്ങൾ അറിഞ്ഞു. അവന്റെ അന്ത്യം എങ്ങനെയായിരിക്കണമെന്ന് മാസങ്ങളോളം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും എന്നെ തിരിച്ചത് കുരിശുമരണമായിരുന്നു. അവന്റെ കുവൈറ്റ് യാത്രയെക്കുറിച്ച് ആലിക്ക പീറ്ററോട് പറഞ്ഞ ദിവസം മുതൽ ഞങ്ങൾ കാത്തിരുന്നു. ഇസയുടെ ജീവന് പുഞ്ചക്കാടൻ പകരം കൊടുത്ത ഈ ബംഗ്ലാവിൽ വെച്ച് തന്നെ അവന്റെ അവസാന പിടച്ചിലും വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വല്ലാതെ ലേറ്റായി, ഒന്ന് കത്തിച്ചു വിട്ടേക്ക്. എത്തേണ്ടടുത്ത് കൃത്യസമയത്ത് കുഞ്ഞ് നമ്മൾ എത്തിച്ചിരുന്നു. അത് ഗ്യാരണ്ടി. വേഗം വിടാനിക്ക. കിട്ടുന്നില്ല. എയർപോർട്ടിൽ ചെന്ന് എൻട്രി പാസ് വാങ്ങിയിട്ടേ തിരിച്ചു വരാവൂ. അത്രേ ഉള്ളൂ. അലിക്ക ഫോൺ ഓഫ് ചെയ്യാൻ മറക്കണ്ട, വീട്ടിൽ ചെന്നിട്ട് ഓൺ ചെയ്യാം. ഞങ്ങളെ വിളിക്കരുത്, ആരും ഒന്നും അറിയരുത്. അറിയാം, സെക്സും ഡ്രഗ്സും വയലൻസും ജീവിതമാക്കിയ
എന്താണ് നിനക്ക് വേണ്ടത്? യു കാൻ ഗിവ് ഇറ്റ് ബാക്ക്. No, 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 no. എനിക്കൊന്നും അറിയില്ല. നിനക്ക് അറിയൂ. പറയടാ നായ. വിളിക്ക്, ഉറക്കെ വിളിക്ക്. വിളിക്കണം. പോലെ നിലവിളിച്ചൊരു കുഞ്ഞിന്റെ മുഖം നിനക്ക് ഓർമ്മയുണ്ടടാ? നായിന്റെ മോനെ. ആക്ച്വലി ഒരു NRI ലൈനിലുള്ള ഒരു മിനിറ്റ്. ഓക്കെ ജോർജ് ഞാനാടോ. തോമാച്ചൻ എത്തിയോ? എത്തി ഓൺ ടൈം. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പിന്നെന്താ, വെരി കംഫർട്ടബിൾ. താമസം ഷെറാട്ടണിൽ തന്നെയല്ലയോ? അതെ. പിന്നെ പോയ കാര്യങ്ങളൊക്കെ നടത്തിയേച്ചാ വരാവുള്ളേ. പിന്നെന്താ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു സിമ്പതി നീ അർഹിക്കുന്നില്ലടാ പുഞ്ചക്കാടാ. കൊല്ലില്ലടാ ഞങ്ങള് നിന്നെ. എനിക്കറിയണം എന്റെ കുഞ്ഞിനെ നീ. I was mad. എല്ലാം കഴിയുമ്പത്തേനും അവള് മരിച്ചു. Now it's my turn. ഇനി പറ, ഞങ്ങൾ ക്രിമിനൽസ് ആണോ? കൊല്ലപ്പെട്ടവൻ നല്ലവനാണോ കെട്ടവനാണോ എന്നല്ല നിയമം നോക്കുന്നത്. എന്തിന്റെ പേരിലായാലും ഒരാളെ കൊല്ലുന്നത് കുറ്റകരമാണ്. നിയമം അതിനുള്ള ശിക്ഷ വിധിക്കും. ഒരു പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്തു കൊന്ന ചേട്ടന്റെ ഭാഗം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇയാൾ ആരുടെങ്കിലും ഭാഗം പറയട്ടെ, നമുക്കെന്താ? ആ പറച്ചിൽ ഇവിടെ കൊണ്ട് തീരണം. നിങ്ങളെ പോലെ ഒരാളെ കൊല്ലാൻ മനസ്സുണ്ടായിട്ടല്ല. വെരി സോറി.
ഞങ്ങളിലേക്ക് ഒരു റീച്ച് ഔട്ട് നിങ്ങൾ മാത്രമാണ് നടത്തിയത്. അതുകൊണ്ടോ നീ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്തു. നിന്റെ ഗൺ പോയിന്റിൽ ഞാനിതാ. ടോയ് ഗൺ കൊണ്ട് മകൻ ഷൂട്ട് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് അച്ഛൻ മരണം നടിച്ച് വീഴാറില്ലേ? ആ മനസ്സോടെ ഷൂട്ട്. പലപ്പോഴും നിങ്ങൾ കാണിച്ച ഈ സീനസ് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇനി അപ്ലൈക്ക് സ്കോപ്പില്ല. എന്ത് കാരണത്തിനായാലും ഒരുത്തന്റെയും ഗൺ പോയിന്റിൽ മരണം കാത്തു നിൽക്കില്ല ബാലേന്ദ്രൻ, നിന്റെ മുമ്പിൽ ഒഴികെ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എന്തോ കളിക്കണ കോപ്പ് കൂട്ടാ. അതെ, ഒരവസാന കളി. മകനോടുള്ള കടമ നിറവേറ്റാൻ കഴിയാതെ പോയ ഒരു അച്ഛന്റെ കുറ്റബോധം അവസാനിപ്പിക്കാനുള്ള കളി. ചന്തു എന്ന നവീൻ ബാലചന്ദ്രൻ, നിന്റെ പേരിന്റെ കൂടെയുള്ള ബാലചന്ദ്രൻ ഞാനാണ്, നിന്റെ അച്ഛൻ. ഒരു നികൃഷ്ടനെ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും. അയാൾക്കൊരു മുഖമില്ല എന്റെ മനസ്സിൽ. ആയിക്കോട്ടെ, ആ അവകാശം ഒരിക്കലും ഞാൻ പറയും. അതിനുള്ള അർഹതയില്ല എനിക്ക്. ഒരിക്കൽ സസ്പെൻഷൻ ഓർഡർ വാങ്ങി ബോധമില്ലാതെ ഞാൻ വീട്ടിലേക്ക് വന്ന ഒരു രാത്രി, അന്ന് നീ കുഞ്ഞാണ്. എവിടെ ആയിരുന്നില്ല ഇത്ര നേരം? ഏണവന്റെ കൂടെ കിടക്കാനാണ് ഇത്. അത് തന്നെയായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. പനിച്ചു വരച്ച എന്റെ മോനെ തോളത്തിട്ട് ഒരു 100 രൂപയ്ക്ക് ഞാൻ കയറാത്ത വീടില്ല ഈ കോളനിയിൽ. എന്നിട്ട് നീ എന്താ എന്നോട് പറയായിരുന്നത്? ഈ രാത്രിയില് ഞാൻ ഏത് കള്ളുഷാപ്പിൽ വരണമായിരുന്നു എന്റെ മോനെ തോളത്തിട്ട്? എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ആരുടെ കൂടെ കിടക്കാനോ പോയത് എന്നല്ലേ ചോദിച്ചത്? ഇനി ഞാനത് ചെയ്യും. നിങ്ങളത് ചെയ്യിക്കും എന്നെ കൊണ്ട്. നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആണുങ്ങളെ വിളിച്ചു കയറ്റും ഈ വീട്ടില്. ആരോടാ കളി? ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഇതല്ല. വെച്ച് വിളമ്പലും കൂടെ കിടക്കലും മാത്രമാണ് ഒരു ഭാര്യയുടെ ഡ്യൂട്ടി എന്ന് നിങ്ങൾ കരുതി. എന്റെ മനസ്സ് നിങ്ങൾ കണ്ടില്ല. മദ്യപാനം, സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഘോഷം മാത്രം. നിങ്ങളോടൊത്തൊരു ജീവിതം ഇനി എനിക്ക് വയ്യ. ഇതിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കരുത്. തമ്മിൽ കാണരുത്. എന്റെ മോന് വേണ്ടി എനിക്ക് ജീവിക്കണം. ജയശ്രീ. വർഷങ്ങൾക്ക് ശേഷം നീ എന്റെ മകനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷമുണ്ട്. ആരായി നാലാമൻ? ഇത് ചന്തു, കിടിലൻ കക്ഷിയാ. ഓ, എന്നിട്ട് ആളവിടെ വരുവോ? നോ, സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. നീയും ജയശ്രീയും സന്തോഷമായിരുന്നു തോന്നേണ്ടിയിരുന്നത്. പക്ഷേ തല പെരുത്ത് കണ്ണു കാണണ്ടായിപ്പോയി എനിക്ക്. എപ്പോഴും അകന്നകന്ന് പോയിക്കൊണ്ടിരുന്ന നിന്നെ അപ്രതീക്ഷിതമായി ഇവരെ ഗ്രൂപ്പിൽ കണ്ടപ്പോ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്.
എന്റെ അച്ഛനാണെന്ന് പറഞ്ഞ ആള് വന്നില്ലല്ലോ എന്നെ കാണാൻ. വന്നിരുന്നു. എല്ലാം മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ വന്നിരുന്നു. പക്ഷേ നിങ്ങളുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നിന്നെയോ ജയശ്രീയോ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അവസാനത്തെ പ്രതീക്ഷ നിന്റെ സ്കൂളായിരുന്നു. അവിടെയും നിയമക്കുരുക്ക്. രക്ഷകർത്താവിന്റെ അനുവാദമില്ലാതെ അച്ഛന് മകനെ കാണാനുള്ള അനുവാദമില്ല. ഓട്ടെ, സാരമില്ല. ചൂതാട്ടമല്ല ജീവിതം എന്ന് തിരിച്ചറിയാൻ വൈകുന്ന ഏതൊരാളും അതർഹിക്കുന്നുണ്ട്. മക്കളെ വളർത്തുന്നതിൽ പങ്കില്ലാത്ത മാതാപിതാക്കൾ അവരുടെ വളർച്ചയിൽ പങ്കു ചോദിക്കരുത്. എന്നാലും എനിക്കിപ്പോൾ ദുഃഖമില്ല. ആരോഗ്യമുള്ളൊരു മനസ്സോടെയാണല്ലോ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അത്രയെങ്കിലും ഭാഗ്യം എനിക്ക് ബാക്കിയുണ്ട്. ഈ ലോകത്തിന് നിങ്ങളെപ്പോലെയുള്ള ഒരു ആവശ്യമുണ്ട്. നിങ്ങളുടെ ടാലന്റ്, വിൽ പവർ എല്ലാം. തോമസ് പുഞ്ചക്കാടിനെ ആരോഗ്യമോ പകയോ പ്രതികാരമോ രാഷ്ട്രീയ വൈരാഗ്യമോ എന്തോ, നമുക്കതിലെന്ത് കാര്യം? ഒരാളും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ മടങ്ങും. ഒരു ടൂർ കഴിഞ്ഞു, ഫ്രഷായി. അത്രേ ഉള്ളൂ. അത്രയേ ഉണ്ടാകാം. എന്താ? എനിക്കൊന്ന് സംസാരിക്കണം. ഈ പാതിരാത്രിയിലോ? ഇപ്പൊ പാതിരാത്രിയാണെന്നൊക്കെ എനിക്കറിയാം. സമയം ഒരുപാടായെന്നും ഒക്കെ എനിക്കറിയാം. ബട്ട് ഐ എം സീരിയസ്. എന്താ ബാല, കാര്യം പറ. കുറെ കഴിഞ്ഞാണെങ്കിലും അണ്ണൻ അറിയാനുള്ള കാര്യം തന്നെയാ. തോമസ് പുഞ്ചക്കാടന്റെ കൊലപാതകയെ ഞാൻ കണ്ടുപിടിച്ചു. പറഞ്ഞാൽ ആളെ നന്നായി അറിയണേ. ബാലചന്ദ്രൻ, CA പോലീസ്, അണ്ടർ സസ്പെൻഷൻ. പോലീസുകാരനായ ഒരു ക്രിമിനൽ നന്നായി ഡിസൈൻ ചെയ്തതായിരുന്നു ആ കൊല. തെളിവൊന്നുമില്ലാതെ തേഞ്ഞുമാഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചു ആദ്യം. അണ്ണനെ ഞാൻ മിസ്ലീഡ് ചെയ്തത് അതുകൊണ്ടാണ്. എന്നിട്ട് ഇപ്പൊ ഈ ഏറ്റുപറച്ചിൽ എന്തിനാ? കുറ്റബോധം കൊണ്ടൊന്നുമല്ല. അവനാ വിധി തന്നെയാ വേണ്ടത്. ഇനി ഒളിച്ചിരിക്കാൻ തോന്നാത്തത് കാലം ഒരിക്കൽ എന്നെ കുറ്റവാളി എന്ന് വിധിക്കും എന്നറിയുന്നതുകൊണ്ടാണ്. ഇന്റർവ്യൂവിൽ തന്നെ ക്ലൈമാക്സിലെത്തിയ ജീവിതം എൻ്റെത്. ഇനിയും നീട്ടിക്കൊണ്ടു പോകണ്ടെന്ന് വിചാരിച്ചു. തോമസ് പുഞ്ചക്കാടിന്റെ വീരസാഹസിക കൃത്യങ്ങളുടെ വിലപ്പെട്ട രേഖകൾ ഒക്കെ ഞാൻ തരുന്നുണ്ട്. ഇപ്പൊ പാതിരാത്രിയായില്ലേ, ഒരു ഹാഫ് ഗുഡ് നൈറ്റ്. ഒരു വിസിറ്റർ ഉണ്ട്. പതിനാല് വർഷമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്, അല്ലേ? ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു നമ്മുടെ മോനെ വളർത്താൻ. ഒക്കെ എനിക്കറിയാം. എന്റെ തണലില്ലായിരുന്നിട്ടും അവൻ വളർന്നു മിടുക്കനായി. അവനെ കണ്ടപ്പോഴാണ് നിന്റെ മനക്കരുത്ത് ഞാൻ തിരിച്ചറിഞ്ഞത്. നമ്മുടെ മോനെ വളർത്തിയതിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ ബാലേട്ടൻ? ഇല്ല, തെറ്റിയതെനിക്കാ. രണ്ട് മനുഷ്യ ജീവിതം എന്നെ ആശ്രയിക്കുന്നത് ഞാൻ കണ്ടില്ല. ജീവിതം കൈവിട്ടു പോകുമെന്ന് പലരും പറഞ്ഞിട്ടും അഹങ്കാരം കൊണ്ടത് ഞാൻ ശ്രദ്ധിച്ചേയില്ല. ബാലേട്ട, അവൻ അച്ഛനെ കണ്ടെത്തിയത് ഇങ്ങനൊരു അവസ്ഥയിലായി പോയല്ലോ. സമയം കഴിഞ്ഞു. പോട്ടെ ബാലേട്ട. ജയശ്രീ, എല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ജീവിതം ബാക്കിയുണ്ടെങ്കിൽ അത് നിനക്ക് മോനും വേണ്ടി മാത്രമായിരിക്കും.